ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ അവസാനിക്കുകയാണ്. നമ്മൾ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അവസാനിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടാണ് യാക്കോബ് തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. പക്ഷെ കാതലായ തൻ്റെ ഉപദേശ ശുശ്രൂഷ അവസാനിച്ചു കഴിഞ്ഞു. എപ്പോഴും പറയാറുള്ളത് പോലെ 1-ാം അധ്യായത്തിൻ്റെ അവസാനം താൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് വിശ്വാസത്താൽ ഉളവാകുന്ന നിർവ്യാജ ഭക്തി അത് എന്താണെന്ന് ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന പല വിധത്തിലുള്ള പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന ഈ ജനത്തിന് താൻ പങ്കുവെക്കാനായിട്ടാണ് ഈ ലേഖനം എഴുതിയത്. ആ നിർവ്യാജ ഭക്തിയുടെ 3 ഫലങ്ങളൊക്കെയാണ് താൻ പിന്നീട് പഠിപ്പിച്ചത്. ഇനി വീണ്ടും താൻ ആ കഷ്ടതയുടെ വിഷയത്തിലേക്ക് മടങ്ങി വന്ന് 1-2 കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞ് താൻ ഈ ലേഖനം അവസാനിപ്പിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് 5-ാമത്തെ അധ്യായത്തിലെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദീർഘക്ഷമയുള്ള വിശ്വാസം. ഇതുവരെ നമ്മൾ പല രീതിയിലുള്ള വിശ്വാസങ്ങൾ കണ്ടു. പരീക്ഷ സഹിക്കുന്ന വിശ്വാസം കണ്ടു, സഹോദര സ്നേഹമുള്ള വിശ്വാസം കണ്ടു, നാവിനെ അടക്കുന്ന വിശ്വാസം കണ്ടു, ലൗകികത അനുദപിക്കുന്ന വിശ്വാസം കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ താഴ്മ ഉളവാകുന്ന വിശ്വാസം കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദീർഘക്ഷമയുള്ള വിശ്വാസം. അത് ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പ്രത്യേകിച്ച് കഷ്ടാനുഭവത്തിൽ ദീർഘക്ഷമയുള്ള വിശ്വാസം, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും 5-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് ദൈവവചനം കേൾക്കുക. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്. ഇതാ, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനവും കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. ഇവിടെ 2 കാര്യങ്ങൾ ചേർന്നു പോകുന്ന 2 കാര്യങ്ങൾ യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ നിങ്ങൾ കണ്ടു കാണും. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ദീർഘക്ഷമ എന്നുള്ള ആ വിഷയവും 11ഉം 12ലും ആ വാക്കൊന്ന് അല്പം മാറ്റി എന്നാൽ ചേർന്നു പോകുന്ന വിഷയം തന്നെയാണ് സഹിഷ്ണുത. ഇത് 2ഉം ഈ വേദഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. ഇത് 2ഉം ദീർഘക്ഷമയുള്ള വിശ്വാസത്താൽ ഉളവായി വരുന്നതാണ്. ഇത് 2ഉം എന്താണെന്ന് അതിന്റെ നിർവചനം ഒന്ന് പറഞ്ഞേച്ച് നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് കടക്കുന്നതായിരിക്കും. എന്താ ദീർഘക്ഷമ? ദീർഘക്ഷമ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ മൂലപദം നമ്മൾ സാധാരണ ചില വ്യക്തികളെ കുറിച്ചൊക്കെ പറയാം, അവര് ക്ഷിപ്രകോപികളാണെന്ന്, ക്ഷിപ്രകോപികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേഗത്തിൽ ദേഷ്യം വരുന്നവരാണ്, പെട്ടെന്ന് അവരുടെ ഫ്യൂസ് പൊട്ടും. ഇത് അതിന്റെ വിപരീത പദമാണ് ദീർഘക്ഷമ, അതായത് സഹനശക്തി കൂടുതലാണ്. പെട്ടെന്നൊന്നും അവർക്ക് ദേഷ്യം വരത്തില്ല, ഇത് തന്നെയാണ് 1 കൊരിന്ത്യർ 13 സ്നേഹം ദീർഘക്ഷമയുള്ളതാകുന്നു. അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഇതാണ്. ദീർഘമായിട്ട് സഹിക്കാൻ പറ്റുന്നു, ക്ഷമിക്കാൻ പറ്റുന്നു, പെട്ടെന്ന് മുഷിയാത്ത ഒരു ഹൃദയം, വളരെ പെട്ടെന്നൊന്നും മുഷിഞ്ഞു പോകത്തില്ല. ഇവിടുത്തെ പശ്ചാത്തലം ഓർത്തുകൊള്ളണം. ചുമ്മാ ആരെങ്കിലും വന്ന് നമ്മളെ ഇങ്ങനെ എന്താ പറയുക ദേഷ്യപ്പെടുത്താൻ വേണ്ടി അടുത്തു വന്നിരിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. കഷ്ടാനുഭവത്തിൽ ക്ഷമ നശിച്ചു പോകുന്നില്ല. കഷ്ടതയുടെ ദൈർഘ്യം കൂടുന്തോറും മുഷിഞ്ഞു പോകുന്നില്ല. അതാണ് ഇവിടുത്തെ ദീർഘക്ഷമ.
അല്ലാതെ വേറൊരാളയാളുടെ സ്വഭാവം ചൊറിയുന്നു പറയുക അതല്ല ഇവിടുത്തെ. ഇവിടുത്തെ ദീർഘക്ഷമ അത് സ്നേഹം ദീർഘക്ഷമയാണെന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർ 13. പക്ഷെ ഇവിടുത്തെ അർത്ഥം കാത്തിരിക്കുവാൻ പറ്റുന്നു. കഷ്ടതയുടെ ദൈർഘ്യം കൂടുന്തോറും സമ്മർദ്ദം കൂടുന്തോറും മുഷിഞ്ഞു പോകുന്നില്ല, മടുപ്പ് വരുന്നില്ല, അല്ലെ? വേഗത്തിലൊന്നും ക്ഷിപ്രകോപിയാവുന്നില്ല. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സഹിഷ്ണുത. എന്താ ഈ സഹിഷ്ണുത? സ്ഥിരോത്സാഹം, അല്ലെ? ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ തുടക്കത്തിലും നടുവിലും അവസാനവും ഒക്കെ ഒരേ സ്വഭാവം, അല്ലെ? സ്വഭാവ സ്ഥിരത, അല്ലെ? സ്വഭാവ ദൃഢത എന്നൊക്കെ പറയും. അതായത് സ്ഥിരതയുണ്ട്, സ്ഥിരോത്സാഹമുണ്ട്, ഉറച്ചു നിൽക്കുന്നു, നിലയുറച്ചു നിൽക്കുന്നു. ഇതൊക്കെ ആ സഹിഷ്ണുത എന്ന് പറയുന്ന വാക്കിന്റെ പര്യായങ്ങളാണ്. ചിലരെ കണ്ടിട്ടില്ലേ, ഇപ്പൊ അവരെ സഭയിലൊന്നും കാണാനില്ല. അപ്പൊ തന്നെ നമുക്ക് എന്ത് പറയാം, പ്രവചിക്കാം, അവർ കഷ്ടതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വരുന്നില്ല, അല്ലെ? എല്ലാം നന്നായിരിക്കുമ്പം കൊള്ളാം, ദൈവം കൊള്ളാം, എല്ലാം പ്രശ്നമാവെന്ന് പറയുമ്പോൾ പിന്നെ സഭയെ കാണത്തില്ല, അല്ലെ? പിന്നെ മുങ്ങി. അതങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിൽ വരുന്നത്, പിന്നെ എപ്പോഴാ വരണ്ടേ, അല്ലെ? അപ്പൊ ചിലരൊക്കെ വിശ്വാസത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അങ്ങ് പിന്മാറ്റത്തിൽ പോകും. എന്താ, പ്രശ്നങ്ങളൊക്കെ വന്നു, ദൈവം വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, ദൈവത്തെ അന്വേഷിച്ചപ്പോൾ പ്രശ്നമൊക്കെ വരുന്നു. അങ്ങനെ ഒരു ദൈവം നമുക്ക് വേണ്ട, അല്ലേ? താഴോട്ട് നമ്മൾ ഇയ്യോബിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ കൂടുതൽ ഞാൻ പറയാം അതിനെക്കുറിച്ച്, അല്ലേ? അപ്പൊ ചിലര് ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ച് പോകും. പക്ഷേ സഹിഷ്ണുതയുള്ളവൻ തുടക്കത്തിലും ഇടയ്ക്കും അവസാനവും പിന്നെ അത് കഴിഞ്ഞും കഷ്ടാനുഭവം വന്നാലും വന്നില്ലേലും നല്ല സമയത്തും ചീത്ത സമയത്തും ഒരേപോലെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു. അതാണ് സ്ഥിരത, സ്ഥിരോത്സാഹം, അല്ലെ? യാക്കോബിന്റെ 1:12 നമ്മൾ വായിച്ചായിരുന്നല്ലോ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷയിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നല്ല. ഒരു പരീക്ഷ വന്നു ഉടനെ അങ്ങ് ഭാഗ്യവാനായില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ വിഷയത്തില് അല്ലെങ്കിൽ ജീവിതത്തിൽ കഷ്ടാനുഭവം വന്നു ഉടനെ ഭാഗ്യവാനായില്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ സഹിഷ്ണുതയോടെ അതിലൂടെ കടന്നു പോകണം. അല്ല വെറുതെ കടന്നു പോയിട്ട് കാര്യമില്ല, അല്ലേ? നമുക്ക് സ്കൂളിലൊക്കെ അറിയില്ല, പരീക്ഷ എഴുതിയോണ്ട് ഒരു ഗുണവുമില്ല. പരീക്ഷ പാസ്സാവണം. അതായത് ഞാനും 10ാം ക്ലാസ് എഴുതി, ജയിച്ചോ? ഇല്ല. 10ാം ക്ലാസ് എഴുതി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എന്ത് പഠിച്ചു? ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്ത് പാസ്സായി? ഞാൻ 7ാം ക്ലാസ്സേ പാസ്സായിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ അതേ വെക്കാൻ പറ്റുള്ളൂ. അല്ലെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയോണ്ട് ഒരു ഗുണമില്ല. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടാനുഭവങ്ങൾ വന്നു, കടന്നുപോയി, എന്തെങ്കിലും പഠിച്ചോ? ഇല്ല. ആ സമയത്തൊക്കെ സഭയിൽ നിന്ന് മുങ്ങി അടക്കുകയായിരുന്നു. അപ്പം എന്തോ പഠിച്ചു? ഒന്നും പഠിച്ചില്ല. കഷ്ടാനുഭവങ്ങൾ വന്നു എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ കണ്ടോ, പരീക്ഷയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനല്ല, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. കണ്ടോ, യാക്കോബ് 1:12 വായിക്കുന്നേ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ ഒരു കാത്തിരിപ്പുണ്ട്, ഒരു കാലാവധിയുണ്ട്. അതാണ് ആദ്യം പറഞ്ഞ ദീർഘക്ഷമ, അല്ലെ? ഈ കഷ്ടാനുഭവത്തിലൂടെ, ഈ പരിശോധനയിലൂടെ കടന്നു പോയതിന് ശേഷമാണ് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം അവർക്ക് നൽകുന്നത്. അപ്പോൾ കഷ്ടത വരുമ്പോൾ, വിശ്വാസത്തിന്റെ പലവിധ ശോധനകൾ കടന്നു വരുമ്പോൾ ദീർഘക്ഷമ വേണം. അന്ത്യം വരെ കാത്തിരിക്കുവാൻ, മടുത്തു പോവാതെ, മുഷിഞ്ഞു പോവാതെ കാത്തിരിക്കുവാൻ നമുക്ക് ദീർഘക്ഷമ വേണം. പിന്നെ സഹിഷ്ണുത വേണം. എങ്ങനെയും അങ്ങ് മുടിച്ചാൽ പോരാ, അത് എങ്ങനെയും അങ്ങ് ചെയ്തു തീർത്തു എന്ന് പറഞ്ഞാൽ പോരാ. അന്ത്യം വരെ നമ്മൾ സ്വഭാവ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, വിശ്വാസം കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ദീർഘക്ഷമയായാലും സഹിഷ്ണുതയായാലും രണ്ടും വിശ്വാസത്താലേ കടന്നു വരികയുള്ളൂ. വിശ്വാസത്തിന്റെ ഫലങ്ങളാണ് ഇവ രണ്ടും. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും അവനിലുള്ള ആശ്രയവും നിമിത്തമേ ഇത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുത്തും. ഒരു വ്യക്തി കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നല്ല ഉറച്ച് സഹിഷ്ണുത കാണിച്ചു പോകുന്നു. വേറൊരു വ്യക്തി കഷ്ടത വരുമ്പം ചുരുങ്ങി ബാക്കിലോട്ട് പോകുന്നു, പിന്മാറ്റത്തിൽ പോകുന്നു. എന്താ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം? ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, മറ്റേ വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് കുറച്ച് അറിവൊക്കെ ഉണ്ട്, പക്ഷെ വിശ്വാസമില്ല. വിശ്വാസമുള്ളവരാണ് കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ സഹിഷ്ണുത കാണിക്കുന്നത്. എനിക്കെന്റെ ദൈവത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്. മറ്റേ വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് ഉറപ്പൊന്നുമില്ല, കുറെ സംശയമൊക്കെ ഉണ്ട്. ഈ ദൈവം കഷ്ടതയൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ ഇങ്ങനെ ആശ്രയിക്കാൻ കൊള്ളാമോ എന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പം ആശ്രയിക്കത്തില്ല. അപ്പോൾ സഹിഷ്ണുത വരത്തില്ല, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നതാണ് ദീർഘക്ഷമയുള്ള വിശ്വാസം. ഇത് വിശ്വാസത്താലേ കടന്നു വരികയുള്ളൂ.
അല്ലാതെ നമ്മൾ ഉറച്ചു നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു തീരുമാനം എടുത്തത് കൊണ്ടോ നമ്മളിങ്ങനെ എന്താ പറയുക നമ്മുടെ നിശ്ചയദാർഢ്യം കൊണ്ടൊന്നും വരത്തില്ല. ഇത് വിശ്വാസത്താലേ ഈ ദീർഘക്ഷമ കടന്നു വരികയുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ വേദഭാഗത്തിലേക്ക് കടക്കുകയാണ്. 3 കാര്യങ്ങളാണ് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രണ്ട് വാക്യങ്ങളായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. 3 സവിശേഷതകൾ, ഈ ദീർഘക്ഷമയുള്ള വിശ്വാസത്തിന്റെ 3 സവിശേഷതകൾ. അതിൽ തന്നെ എന്താണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് നമ്മൾ കാണും. ദൈവത്തെക്കുറിച്ച് എന്തോ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ദീർഘക്ഷമയുള്ള വിശ്വാസം വരുന്നത് നമ്മൾ പറഞ്ഞു. 3 കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള 3 സത്യങ്ങൾ നമ്മൾ ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് കാണും. 3 ദൃഷ്ടാന്തങ്ങൾ കാണും, അല്ലേ? അതുപോലെ തന്നെ പ്രായോഗിക ജീവിതത്തിൽ ഈ ദീർഘക്ഷമയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് തെളിഞ്ഞു വരുമെന്ന് കാണും. അങ്ങനെ ഒരുപാട് 3കളുണ്ട്. അത് പോകെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ് 7ലും 8ലും ദീർഘക്ഷമയുള്ള വിശ്വാസം എന്തുളവാക്കും? ദീർഘക്ഷമയോടുള്ള ഹൃദയം. 7ഉം 8ഉം ശ്രദ്ധിച്ചേ. സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരുപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ നിങ്ങളുടെ ഹൃദയം. കണ്ടോ? അപ്പൊ എവിടെ ഈ ദീർഘക്ഷമ വേണ്ടേ? നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ദീർഘക്ഷമയോടുള്ള ഹൃദയമാണ് ഒന്നാമതായിട്ട്. അവിടെ തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്നുണ്ടോ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കണം. പിന്നെ ക്രിസ്തീയ ജീവിതം മൊത്തം ആയി. അപ്പോ അല്ലെ, അല്പകാലത്തേക്ക് ദീർഘക്ഷമയോടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ക്രിസ്തീയര്. കർത്താവിന്റെ 2ാം വരെയും ദീർഘക്ഷമയോടെ ഇരിക്കണം. അപ്പൊ എല്ലാരും തയ്യാറാണോ? കർത്താവിന്റെ 2ാം വരവായി പറഞ്ഞിരിക്കുന്നത്. അവന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കണം. അതിനൊരു ദൃഷ്ടാന്തം, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു ഉദാഹരണമായിട്ട് ഇത് തോന്നും, അല്ലെ? കൃഷിക്കാരൻ മഴ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന, അങ്ങനെ പൊതുവായിട്ട് പറയുന്ന ഒരു ഉദാഹരണമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന മുൻമഴയും പിന്മഴയും എന്ന് പറയുമ്പോൾ ഇത് സാധാരണ ഒരു കൃഷിക്കാരന്റെ കാര്യമല്ല. ഇത് യഹൂദനായ ഒരു കൃഷിക്കാരന്റെ കാര്യമായി പറയുന്നത്. ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു കൃഷിക്കാരന്റെ കാര്യം. അതാണ് ഇവിടുത്തെ പശ്ചാത്തലം. അപ്പൊ എന്താ ഈ മുൻമഴയും പിന്മഴയും? ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കണമേ. ആവർത്തന പുസ്തകം 11ന്റെ 13ഉം 14. ആവർത്തനം 11ന്റെ 13ഉം 14. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങളെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് അപ്പൊ നിങ്ങൾ അവനെ അനുസരിക്കുകയാണെങ്കിൽ, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡിയില് മോശേക ഉടമ്പടി പഠിച്ചു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, മോശേക ഉടമ്പടിയിലെ വാഗ്ദത്തം ഉപാധികളോടുകൂടെയാണ്, അല്ലാതെ സൗജന്യമായ ദൈവകൃപ എന്നുള്ള രീതിയിലല്ല. നിങ്ങൾ അനുസരിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ വാഗ്ദത്ത ദേശത്ത് താമസിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, നിങ്ങൾ എന്നെ അനുസരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ ദേശത്തു നിന്ന് ഫലം കൊയ്യുവാൻ വേണ്ടി ഞാൻ തക്ക സമയത്ത് മുൻമഴയും പിന്മഴയും പെയ്യിക്കും. എന്താ ഈ മുൻമഴ പിന്മഴ? നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ, ഇടവപ്പാതിയും തുലാവർഷവും, അല്ലേ? വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് മഴ ലഭിക്കും എന്ന് പറഞ്ഞ പോലെ അവർക്കും മുൻമഴയും പിന്മഴയും ഉണ്ടായിരുന്നു. മുൻമഴ എന്ന് പറയുന്നത് ഈ ഒരു സമയമാണ്, ഇപ്പോഴല്ല, ഒക്ടോബർ തൊട്ട് പിന്നെ വർഷത്തിന്റെ അവസാനത്തോളം പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് അവര് വിത്തിറക്കി അവരവരുടെ കൃഷി ആരംഭിക്കുന്നത്, അല്ലെ? പിന്നീട് മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോഴാണ് പിന്മഴ, അപ്പോഴാണ് കൊയ്ത്തുകാലം, അല്ലെ? നമ്മുടെ ഏതാണ്ട് ആ ഒരു കാലഘട്ടം തന്നെയാണ്. നമ്മുടെ ഇടവപ്പാതി ജൂണിലും തുലാവർഷം ഒക്ടോബറിലുമാണ്. എന്നാലും അതുപോലെ തന്നെ അവർക്കും 2 മഴക്കാലങ്ങളുണ്ടായിരുന്നു. അത് ദൈവം തക്ക സമയത്ത് തരാം. എങ്ങനെ? നിങ്ങൾ അനുസരിക്കുമെങ്കിൽ. അപ്പൊ ഇസ്രയേലിൽ താമസിക്കുന്ന ഒരു കൃഷിക്കാരൻ എങ്ങനെയാ കൃഷി ചെയ്യുന്നത്? ലോട്ടറി എടുക്കുന്ന പോലല്ല. ഇവിടെ ഇപ്പൊ ലോട്ടറി എടുക്കുന്ന പോലെയാണ്. മഴ എപ്പോൾ വരും, മഴ എപ്പോൾ കൂടി വരും, അല്ലെ? 2 വർഷ കാല എല്ലാം കൂടെ ചേർന്ന് വരും. ചിലപ്പോൾ വെള്ളപ്പൊക്കമായി കൈ കിട്ടും, അല്ലെ? നമുക്കിപ്പം ഒരു ഉറപ്പും ഇല്ലാത്തൊരു കാര്യമാണ് കൃഷി. പക്ഷെ അന്നത്തെ കാലത്ത് ഇസ്രയേലിലെ കൃഷിക്കാരൻ എങ്ങനെയായിരിക്കും? അവ അങ്ങ് അനുസരിച്ചിട്ട് കണ്ണും പൂട്ടി വിശ്വസിക്കും. ആവർത്തന പുസ്തകത്തിൽ 11 പറഞ്ഞിട്ടുണ്ട്, കർത്താവ് തക്ക സമയത്ത് മഴയൊക്കെ തന്നോളും, അല്ലെ? വേറൊന്നും അവൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ പറഞ്ഞിരുന്നത്, കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന്
കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. ആരോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുന്നു? എന്താ ആലോചിച്ചോണ്ട? ദൈവം വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചാലേ ഈ ദീർഘക്ഷമ വരുള്ളൂ. ഇപ്പൊ ഒന്നാമത് ദൈവത്തെക്കുറിച്ച് എന്താ വിശ്വസിക്കേണ്ടത്? അവന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ, അവന്റെ ഉടമ്പടി കാത്തു സൂക്ഷിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്ക് എന്തോ വരും? ദീർഘക്ഷമ വരും. അല്ലെ? ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുക, അയ്യോ മഴ വരുമോ മഴ വരുമോ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയും? എടാ, ആവർത്തന പുസ്തകം 11 വായിച്ചു വെച്ച് കിടന്ന് ഉറങ്ങടാന്ന് പറയും. അല്ലെ? നിങ്ങൾക്ക് ഞാൻ മഴ തക്ക സമയത്ത് തരും. യോവേൽ പ്രവചനം 2:23 അവിടെ ഒരു സ്തോത്രം പോലെ പറഞ്ഞിരിക്കുകയാണ്. യോവേൽ 2:23. സിയോൻ മക്കളെ സന്തോഷിച്ച് ഘോഷിച്ച് ആരാധിക്കുക. കാരണം എന്താ? അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയായ വർഷം പെയ്യിച്ചു തരുന്നു. കണ്ടോ പിന്നീടുള്ള പ്രവാചക പുസ്തകങ്ങൾ നിങ്ങളടുത്ത് നോക്കിയാൽ അറിയാം. ഇസ്രായേലൊക്കെ പാപം ചെയ്യുമ്പോൾ പ്രവാചകന്മാർ വന്ന് പറയും, നിങ്ങൾക്ക് മുൻമഴയില്ല പിന്മഴയില്ല ഒരു മഴയില്ല, നിങ്ങൾ അനുസരണക്കേടി നടക്കുക. പിന്നീട് ഉണർവ് കാലം വരുമ്പോൾ, ആത്മീയമായിട്ട് ജനം ഉണർന്ന് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, യോവേൽ 2 അതാണ് പശ്ചാത്തലം. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ വാഗ്ദത്തമാണ്, ഇനിയിപ്പോൾ നോക്കിക്കോ മഴയായിരിക്കും ഇനി അങ്ങോട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തുനിന്ന് ഫലമൊക്കെ കിട്ടും. മറ്റേത് ഫലമൊക്കെ പോയി വരൾച്ചയൊക്കെ വരും. അല്ലേ? അപ്പൊ ഈ ദേശത്തിലൂടെയാണ് ദൈവം തന്റെ പ്രസാദവും, ദൈവത്തിന് പ്രസാദം ഇല്ല എന്നൊക്കെ പണ്ട് കാലത്ത് മോശയ്ക്ക് ഉടമ്പടിക്ക് കീഴിലുള്ള ഇസ്രായേലിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കണ്ടോ, ദൈവം വിശ്വസ്തനാണ്. അതാണ് ഇവിടെയും ഇത് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ. അല്ലെ? 8ാമത്തെ വാക്യം, നിങ്ങളും ഈ കർഷകനെ പോലെ ദൈവത്തിന്റെ വിശ്വസ്തത എണ്ണിക്കൊണ്ട് കഷ്ടാനുഭവത്തിന്റെ മധ്യത്തിൽ എങ്ങനെ ഇരിക്കണം? ദീർഘക്ഷമയോടിരിക്കണം. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ ക്ഷമ നശിക്കുന്ന ഒരു പരിപാടിയാണ്. അല്ലേ? ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു, വരുന്നേ ഇല്ല ബസ്. നമുക്ക് ദീർഘക്ഷമയോടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ അളിയൻ KSRTCയിലെ ഡ്രൈവറാണ്, പുള്ളി കണ്ട് അവിടുന്ന് ഫോൺ വിളിച്ച്, ഞാൻ എന്താ എത്തിയിട്ടുണ്ട് കേട്ടോ, 10 മിനിറ്റിനകത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ വരുവടേ എന്ന് പറഞ്ഞിരിക്കും. അല്ലേ? അതെന്തുകൊണ്ടാണ്? ഈ കാത്തിരിക്കുന്ന വ്യക്തിയുടെ ബന്ധമുണ്ട്, സ്വഭാവം അറിയാം, വിശ്വസിക്കാൻ കൊള്ളാം. അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ചുമ്മാ കാത്തിരിക്കാനല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ സമയമൊക്കെ നോക്കി അങ്ങനെ സമയം തള്ളണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പറ്റത്തില്ല. ഇത് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തി വചനം പാലിക്കും, തന്റെ വാഗ്ദത്തമൊക്കെ പാലിക്കും. അല്ലെ? നിങ്ങളും അതുപോലെ കാത്തിരിപ്പിൻ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടായി കാത്തിരിക്കുന്നേ? നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. രണ്ടാമത് വരാമെന്ന് പറഞ്ഞു പോയ കർത്താവ് വചനമൊക്കെ പാലിക്കും, അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. അതാണ് ആത്യന്തികമായ ക്രിസ്തീയ ജീവിതത്തിലെ കാത്തിരിപ്പ്. അല്ലേ? നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് കാത്തിരിക്കുന്ന ആ സുദിനത്തിന് വേണ്ടിയിട്ടില്ലേ? കർത്താവ് ഒന്ന് മടങ്ങി വന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അന്തിമമായി പൂർത്തീകരണമായി രക്ഷ സമാപിച്ചു, ഇനി നിത്യജീവൻ ആരംഭിക്കുന്നു. ഇനി അതിപ്പോ ഒരു സന്തോഷമുണ്ടോ? ഇവിടുത്തെ അല്ലലെല്ലാം തീർന്നു. അല്ലെ? ഇനി കഷ്ടതയില്ല, ഇനി സഹിഷ്ണുതയും വേണ്ട, ഒന്നും വേണ്ട, കല്യാണമായി, വാ പോവാം. അല്ലേ? അതാണ് നമ്മുടെ ആത്യന്തികമായ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പ് വൃഥാവാകുകയില്ല. കാരണം കർത്താവ് വിശ്വസ്തനാണ്. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ കഷ്ടാനുഭവം ഒന്ന് ചിന്തിച്ച്, ഇപ്പൊ കടന്നു പോകുന്ന കഷ്ടതയിൽ നിങ്ങൾ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് വിശ്വസ്തനാണെന്ന്? ഇതില് സംശയം വരുമ്പോഴാണ് ചിലര് പിന്നെ നമുക്ക് സഭയെ പോകുന്നതൊക്കെ ഒന്ന് നിർത്തിക്കളയാം, അത്രയ്ക്കൊന്നും അടുക്കണ്ട, ഇയാൾ അത്ര കൊള്ളാമെന്ന് തോന്നുന്നില്ല, ഇയാൾ അത്ര വിശ്വാസയോഗ്യനാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പലരും ഇപ്പൊ പല കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. എന്തുകൊണ്ടാ? അവർക്ക് സംശയം വന്നു, അയ്യോ ഈ ദൈവത്തിന്റെ പിന്നെ പോയിട്ടും ഇപ്പോഴും കഷ്ടതയൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, പിന്നെന്തിനാ ഈ ദൈവത്തിന്റെ പുറകെ പോകുന്നത്? അവിടെ പോയാലും ഇവിടെ പോയാലും കഷ്ടതയാണ്, പിന്നെ എവിടെയും പോകണ്ടല്ലോ. ഇതാണ് ചിലർ ചിന്തിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ദൈവം വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇവൻ വിശ്വസ്തനല്ല എന്നാണ് തെളിയിക്കുന്നത്. എന്നാൽ കഷ്ടതയുടെ നടുവിലും സഹിഷ്ണുതയോടെ കാത്തിരുന്ന് പിന്നെയും അവനെ പിൻപറ്റുന്നവൻ എന്തോ അതിൽ കൂടെ പറയുന്നത്, ഈ ദൈവം വിശ്വസിക്കാൻ കൊള്ളാം, ഈ ദൈവം വിശ്വസ്തൻ. അല്ലേ? അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ദൈവം വിശ്വസ്തൻ, അവൻ എന്നോട് വാഗ്ദത്തം ചെയ്തതെല്ലാം അവൻ നിറവേറ്റും? വിശ്വസിക്കുന്നുണ്ടോ?
അപ്പോൾ ചിലരൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഈ രണ്ടാം വരവൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതല്ലല്ലോ ഇപ്പോൾ പ്രശ്നം. വീട്ടിലെ കഷ്ടതയുടെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. വീട്ടിലെ കഷ്ടത രണ്ടാം വരവിനെ ചൊല്ലിയൊന്നുമല്ല, അല്ലേ? അങ്ങനെ ചിലർ ചിന്തിക്കുക. രണ്ടാം വരവ് ആത്യന്തികമായ നമ്മുടെ കാത്തിരിപ്പാണ്. ആത്യന്തികമായ കാത്തിരിപ്പിൽ കർത്താവ് വിശ്വസ്തനാണെങ്കിൽ ഈ ചെറിയ അല്ലറ ചില്ലറ കാര്യത്തിലൊക്കെ വിശ്വസ്തനാണോ? ആണോ? ഇപ്പോൾ ഒരു കൊച്ചു മോള് വന്ന് അപ്പനോട് ചോദിക്കാം, അപ്പം ഞാൻ വലുതാകുമ്പോൾ സ്വത്തൊക്കെ എൻ്റെ പേരിൽ എഴുതൂ. പിന്നെ അപ്പം രാത്രി മോൾക്ക് ഉറക്കം കിട്ടുന്നില്ല. എന്താ മോളെ ഉറങ്ങാത്തെ? അല്ല, അപ്പം സ്വത്ത് തരാമെന്ന് പറഞ്ഞു, പക്ഷെ നാളെ എനിക്ക് മുട്ടായി വാങ്ങിക്കാൻ 50 പൈസ തരുമോ? തരുമോ? അപ്പം സ്വത്തേ തരത്തുള്ളൂ, 50 പൈസ തരത്തില്ല. അപ്പം നമ്മളെന്താ പറയും? മോളെ, സ്വത്ത് തരാമെന്ന് ഏറ്റവും ഞാൻ 50 പൈസയും തരും എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ രക്ഷ, നിത്യതയൊക്കെ നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇനി അല്ലറ ചില്ലറ ഇവിടുത്തെ ഭൗമിക കാര്യങ്ങൾ കർത്താവ് വിശ്വസ്തനാണോ? വിശ്വസ്തനാണ്. നിങ്ങൾ ചിലപ്പോൾ കർത്താവ് എന്താ പറയുക, തൻ്റെ സാന്നിധ്യത്തോട് വ്യക്തിപരമായി കടന്നു വരുവാൻ ഇപ്പം നമ്മൾ ചില വിഷയങ്ങളിൽ കാത്തിരിക്കുകയല്ല, അത് രണ്ടാം വരവ്. പക്ഷെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് കാത്തിരിക്കുകയായിരിക്കും. കർത്താവിൻ്റെ വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യണം, ചിലരെ തൊടണം, ചിലരെ രക്ഷിക്കണം, ചില വിഷയങ്ങളിൽ മാറ്റം വരണം. അതും കർത്താവിൻ്റെ ഒരു തരത്തിലുള്ള പ്രത്യക്ഷതയാണ്, അല്ലേ? അവൻ്റെ എന്താ പറയുക, അവൻ്റെ ആളത്വത്തിലുള്ള സാന്നിധ്യം അല്ലെങ്കിൽ പോലും, അല്ലേ? അതിനും കർത്താവ് വിശ്വസ്തനാണോ? അതാ നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ അവൻ വിശ്വസ്തനാണോ എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം. എന്നാൽ അവൻ വിശ്വസ്തനാണ്. ഒരു വാക്യം വായിക്കാം, യെശയ്യാവ് 54:10. ഈ വാക്യം കാണാൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കാണാൻ പഠിക്കാം. വളരെ നല്ല വാക്യമാണ്. യെശയ്യാവ് 54:10. പർവ്വതങ്ങൾ മാറിപ്പോകും. നിങ്ങളൊന്ന് ചിന്തിച്ച, പർവ്വതങ്ങൾ സാധാരണ മാറാറുണ്ടോ? ഇപ്പോൾ ഉരുൾപൊട്ടലൊക്കെ വന്ന് പലർക്കും മാറും. പക്ഷെ സാധാരണ ഗതി നമ്മളെന്താ പറയുന്നത്, പർവ്വതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയല്ലേ, ഒരുത്തം വന്നു കണ്ട പർവ്വതത്തെ പോലെ നിന്നു എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അനങ്ങാപ്പാറയാണെന്ന് പറയും, അല്ലേ? പക്ഷെ പർവ്വതം ചിലപ്പോൾ മാറിപ്പോകും. കുന്നുകൾ വരെ വേണേലും നീങ്ങിപ്പോകും. നീങ്ങിപ്പോകാത്തൊരു സാധനമുണ്ട്, അതാണ് കർത്താവിന്റെ ദയ. പർവ്വതം നീങ്ങിയാലും കുന്നുകൾ അകന്നാലും നീങ്ങാത്തതാണ് അവന്റെ ദയ. സമാധാന നിയമം, ഉടമ്പടി നീങ്ങിപ്പോകുകയുമില്ല എന്ന് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. എന്ത് നല്ല വാക്യം, അല്ലേ? ഇത് ഓർക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഒരു പാട്ട് പാടിയാൽ മതി. അറിയാവോ? കുന്നുകളകലും വൻപർവ്വത നിരയും, പാടിയാട്ടെ. തന്നിടം വിട്ടു പിന്മാറി എന്നാലും, കുന്നുകളകലും വൻപർവ്വത നിരയും, തന്നിടം വിട്ടു പിന്മാറി എന്നാലും, നീങ്ങുകിലവൻ ദയ എന്നിൽ നിന്നതുപോൽ, നീങ്ങുകിലവൻ ദയ എന്നിൽ നിന്നതുപോൽ, സമാധാന നിയമവും നിത്യം നിലനിൽക്കും, സമാധാന നിയമവും നിത്യം കാണുന്നു ഞാൻ യാഹിൽ. എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹിൽ. ആ പാട്ട് പഠിച്ചാൽ മതി, വാക്യമായി, അല്ലേ? കുന്നുകളകലും പർവ്വതങ്ങൾ നീങ്ങിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലാത്തതാണ്. അവന്റെ ദയ നീങ്ങുകയില്ല, അവന്റെ സമാധാനത്തിന്റെ ഉടമ്പടി നീങ്ങുകയില്ല എന്ന് നിങ്ങളോട് കരുണയുള്ള കർത്താവ് പറയുന്നു. അപ്പൊ നിങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താ വിശ്വസിക്കണ്ടേ? എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവന്റെ വാഗ്ദത്വങ്ങളെല്ലാം എനിക്ക് അവൻ നൽകിയിട്ടുണ്ട്, അതവൻ പാലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ആവലാതി ഒന്നും വേണ്ട, എനിക്ക് ദീർഘക്ഷമയോടെ അവന് വേണ്ടി കാത്തിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരമാക്കുവിൻ. ഈ സ്ഥിരത പറഞ്ഞല്ലേ യാക്കോബ് ഈ ലേഖനം തുടങ്ങിയത്. 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്ന് 2-ാമത്തെ വാക്യം മുതലൊന്ന് നോക്കിയേ. യാക്കോബ് 1:2. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. കണ്ടോ, കർത്താവ് എന്തിനാ ഈ കഷ്ടതയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചത്? നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ളതാകാൻ, ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്ന മറ്റുള്ളവരെ പോലെ ആകാതിരിപ്പാൻ, സ്ഥിരത വരുത്തുവാൻ വേണ്ടി അവൻ കഷ്ടത അയച്ചെന്ന് അറിഞ്ഞ് നിങ്ങൾ ഈ കഷ്ടതയിൽ അശേഷം സന്തോഷം എന്ന് എണ്ണണം. അതെ, കഷ്ടത വരുമ്പോൾ കരയും നമ്മളൊക്കെ, പക്ഷെ കഷ്ടത അശേഷം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും സന്തോഷം എന്ന് എണ്ണണം. എങ്ങനെ? എൻ്റെ വിശ്വാസത്തെ സ്ഥിരമാക്കുവാൻ ദൈവം ഈ കഷ്ടത അയച്ചു. ഹല്ലേലൂയ.
അല്ലേ? അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് 4-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. തികഞ്ഞ സ്ഥിരതയുള്ളവരായി നിങ്ങൾ മാറട്ടെ. എന്തു വന്നാലും ഈ പറഞ്ഞ പോലെ കർത്താവിന്റെ വചനം പോലെ പർവ്വതം വന്നാലും കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞ പോലെ നമ്മളും ഈ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ട്. നമ്മളും കുലുങ്ങാൻ പോകുന്നില്ല. ഇനി എന്ത് വന്നാലും ഞാൻ യേശുവിനെ വിട്ട് ഒരിടത്തും പോകാൻ പോകുന്നില്ല. എനിക്ക് ദൈവം സ്ഥിരത നൽകിയിരിക്കുന്നു. അല്ലെ? 8-ാം വാക്യത്തിൽ ഈ സ്ഥിരത ഇല്ലാത്തവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു കണ്ടോ? ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരനാകുന്നു. അപ്പോ ഒരേ ഒരു മനസ്സേ ഉള്ളൂ, ദൈവത്തിൽ മാത്രം വിശ്വാസമുള്ളവൻ സ്ഥിരതയുള്ളവനായി. ഇരുമനസ്സുള്ളവൻ, അല്ലെ? ദൈവവും വേണം, ലോകവും വേണം, യേശുവും വേണം, പണവും വേണം, ആത്മാവും വേണം, ജഡവും വേണം എന്ന് പറയുന്നവൻ ഇരുമനസ്സുള്ളവനായി. എന്നാൽ എനിക്ക് ദൈവം മാത്രം മതി, ഞാൻ ദൈവത്തെ മാത്രം എണ്ണി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മനസ്സുള്ളവനായി അവൻ എല്ലാ വഴികളിലും സ്ഥിരതയുള്ളവനാകും. അപ്പൊ അങ്ങനെ സ്ഥിരത വരണമെങ്കിൽ ഈ ദൈവം വിശ്വസ്തനെന്ന് എണ്ണണം. ഇനി രണ്ടാമതായിട്ട് ദീർഘക്ഷമയുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ 9-ഉം 10-ാമത്തെ വാക്യത്തിൽ എന്തുളവാക്കുന്നു? ദീർഘക്ഷമയോടുള്ള സംസാരം. 9-ഉം 10-ഉം ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. സഹോദരന്മാരെ, വിധിക്കാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ച് കൊള്ളുവിൻ. ഇവിടെ ഒന്നാമതായിട്ട് ഈ 9-ാമത്തെ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഒരുവന്റെ നേരെ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലേ? എന്താ ഈ ഞരക്കം? ഞരങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ഉള്ളത്തിലാണിത്. ഇത് ബാഹ്യമായിട്ട് പറയുന്ന കാര്യമല്ല, ഉള്ളിലാണ് ഈ ഞരക്കം. ഒരു ഞരക്കം, അല്ലേ? നെടുവീർപ്പിടുക എന്നൊരർത്ഥവും ഈ വാക്യത്തിനുണ്ട്. ഒരു ഭാഗത്ത് മർക്കോസിലെ ഒരു ഭാഗത്ത് കർത്താവ് ഉള്ളിൽ നെടുവീർപ്പിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതും ഇതേ വാക്ക് തന്നെയാണ്, നെടുവീർപ്പിടുക. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളില് ഒരു ഞരക്കം, ഒരു വല്ലായ്മ, അല്ലേ? അത് കുറ്റം ആരോപിക്കുകയാണ് മറ്റുള്ളവരെ കുറിച്ച്. ഇയാളെ കുറിച്ച് എനിക്ക് അങ്ങോട്ട് പിടിക്കണില്ല, അല്ലേ? ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ ചിലരൊക്കെ ഞരങ്ങിയായിരിക്കുന്നത്, എനിക്കറിയാതെ. അവൻ്റെ പ്രസംഗം ഒന്ന് തീർന്നെങ്കിൽ, അല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിറുപിറുക്കുകയാണ്, അല്ലേ? അപ്പൊ അതൊരു തരത്തിലുള്ള സംസാരമാണ്, പുറത്തു വരുന്നില്ലെങ്കിൽ പോലും. 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാർ. അതുകൊണ്ട് ഈ 2 വാക്യത്തിലും വിഷയം സംസാരമാണ്, ദീർഘക്ഷമയോടുള്ള സംസാരം. ഈ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, നിങ്ങൾ വിധിക്കപ്പെടാതിരിപ്പാൻ, നിങ്ങൾ ശിക്ഷാവിധിയിൽ പെടാതിരിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? കഴിഞ്ഞ ആഴ്ച കണ്ട കാര്യം, അന്യോന്യം വിധിക്കരുത്, അന്യോന്യം ദൂഷണം പറയരുത്. കഴിഞ്ഞ ഒരാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? ദൂഷണം പറച്ചിലൊക്കെ നിർത്തിയോ? അല്ലേ? നമ്മൾ കുറേ വാക്യങ്ങളുണ്ട്. ദൂഷണം പറയരുത്, ഏഷണി പറയരുത്. അതിനെക്കുറിച്ച് ഇപ്പോൾ കടക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ച കണ്ട കാര്യമാണ്, അല്ലേ? നമ്മൾ 11-ാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായം 11-ാം വാക്യത്തിൽ കണ്ടാണ്, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു, അല്ലേ? അത് ശരിയല്ല, അത് കർത്താവിന്റെ വചനത്തോട് കീഴ്പ്പെടുന്നതല്ല എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിധിക്കരുത്, അങ്ങനെ ഉള്ളിൽ ഞെരങ്ങുകയും വേണ്ട. കാരണം എന്താ? ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ദുഷിക്കരുത്, നിങ്ങൾ അന്യോന്യം ദൂഷണം പറയരുത്. കാരണം ന്യായാധിപതിയും കർത്താവുമായ ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. 4:12 പറഞ്ഞിരിക്കുക. അപ്പം നമ്മുടെ ജോലിയല്ല അന്യോന്യം വിധിക്കുക എന്നുള്ളത്. അപ്പോൾ വിധിക്കുക എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചൂണ്ടിപ്പറഞ്ഞു. വിധിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പാപം ചൂണ്ടിക്കാണിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം ഇവിടെ ആ തൊട്ടടുത്ത വാക്യത്തിൽ നല്ല മാതൃകയായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ മൊത്തം ജോലി എന്തായിരുന്നു? പാപം ചൂണ്ടിക്കാണിക്കലായിരുന്നു, അല്ലേ? വിധിക്കരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത ഉദാഹരണം പ്രവാചകന്മാർ എല്ലാവരും വിധിച്ചുകൊണ്ട് നടന്നവന്മാർ, അല്ലേ? എല്ലാവരും നിങ്ങളൊക്കെ പോക്ക് കേസാണെന്നല്ലേ പ്രവാചകന്മാരെല്ലാം പറയുന്നത്. അപ്പോൾ വിധിക്കരുതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. വിധിക്കരുതെന്ന് പറയുമ്പോൾ പാപം ചൂണ്ടിക്കാണിക്കരുത്, അവരെ രക്ഷയിലേക്ക് നയിക്കരുത്, അതൊന്നുമല്ല. ശിക്ഷണം കൊടുക്കരുത്, അങ്ങനൊന്നുമല്ല. വിധിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ എഴുതി തള്ളിക്കളയരുത്. ഏവനൊന്നും ഒരു കാലത്ത് നന്നാവില്ല എന്നൊന്നും ശപിക്കരുത്, അല്ലേ? എത്ര പറഞ്ഞാലും ഒരു ഗുണവുമില്ല, ഇവനൊക്കെ പോക്ക് കേസ് എന്ന് സഭയിലിരിക്കുന്നവരെ കുറിച്ച് ആരും പറയരുത്, അല്ലേ? അങ്ങനെ വിധിക്കേണ്ട. കാരണം ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു.
അപ്പൊ നമ്മൾ എന്താ വിശ്വസിക്കണ്ടേ? ദൈവത്തെക്കുറിച്ച് എന്ത് വിശ്വസിച്ചാൽ ഈ നാവ് നമുക്ക് ലഭിക്കും? ദൈവം നീതിമാനാണ്. നിങ്ങൾക്ക് എതിരെ ആരെങ്കിലുമൊക്കെ പാപം ചെയ്തത് നിങ്ങൾ ഉള്ളില് ഇങ്ങനെ ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇയാളുടെ പാപം കാരണം എനിക്ക് ജീവിക്കാൻ വയ്യ, അങ്ങനെ ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ന്യായാധിപതി വരുന്നുണ്ട്, അവൻ നിങ്ങൾക്ക് ന്യായം ചെയ്തു തരും, അല്ലേ? അതുപോലെ തന്നെ വരുവാനിരിക്കുന്ന ഒരു ന്യായാധിപതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കഷ്ടാനുഭവത്തിൽ ദീർഘക്ഷമ കാഴ്ചവെച്ച പ്രവാചകന്മാരെ നമ്മുടെ മാതൃകയാക്കണം. അതിനും സഹായകമായ വിശ്വാസം എന്താണ്? ദൈവം നീതിമാനാണ്, അവൻ വരുമ്പോൾ അവനോട് ഞാൻ കണക്ക് കൊടുക്കണം. കേട്ടോ, എന്നെ വിധിക്കുന്ന കർത്താവ് എന്ന് ഓർത്തുകൊണ്ട് എനിക്ക് ഭയം വന്നിട്ട് ഞാൻ നാവടക്കി ദൈവത്തിന് വേണ്ടി എൻ്റെ നാവ് ഉപയോഗിക്കണം. അവരെ വിധിക്കുന്ന ദൈവം ഉള്ളത് കൊണ്ട് അവരെന്നെക്കുറിച്ച് എന്നെ വേദനിപ്പിച്ചാലും അവരെ വിധിക്കാനൊന്നും പോണ്ട, ഉള്ളിൽ ഞരങ്ങുകയും വേണ്ട, അവരെ അങ്ങ് വിട്ടുകൊടുക്കുക. ദൈവം അവരെ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അല്ലേ? ഇപ്പൊ രണ്ടിനും നമ്മുടെ ദൂഷണം നമ്മുടെ വായിൽ നിന്ന് പോകുവാനും കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ സംസാരിക്കാനും രണ്ടിനും സഹായകമായ സത്യമാണ് ദൈവം നീതിമാനാണ്. ആ നീതിമാനായ വിധികർത്താവ് അതാ വാതിൽക്കൽ നിൽക്കുന്നു. എപ്പോഴോ വരുമെന്നല്ല, വാതിൽക്കൽ നിൽക്കുന്നു. നേരത്തെ ഏതാ പറഞ്ഞില്ലേ? സമീപിച്ചിരിക്കുന്നു, അടുത്തിരിക്കുന്നു കർത്താവിന്റെ രണ്ടാം വരവ്. ഇനി അല്പകാലമേ ഉള്ളൂ, അല്ലേ? റോമർ 13 ഇനി അല്പകാലമേ ഉള്ളൂ, നമ്മുടെ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കഷ്ടാനുഭവത്തിൽ ദീർഘക്ഷമ കാണിച്ച പ്രവാചകന്മാരെ നിങ്ങളുടെ ദൃഷ്ടാന്തമായി മാതൃകയാക്കി എടുക്കുക. എന്താ ഈ പ്രവാചകന്മാർ? അവരുടെ ദൃഷ്ടാന്തം? ഒന്ന് നമുക്ക് വേഗത്തിൽ ചില വാക്യങ്ങൾ വായിച്ചു പോവാം. മത്തായി 5:11-12 നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന വാക്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ഈ പ്രവാചകന്മാർ നമ്മുടെ മാതൃകയാണെന്ന് ഇവിടെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അത് പുതിയ നിയമത്തിൽ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. മത്തായി 5:11-12 കർത്താവ് നിമിത്തം, അതാണ് ആദ്യം പറഞ്ഞത്, എൻ്റെ നിമിത്തം. നിങ്ങളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ക്രിസ്തുവിന്റെ അനുഗാമി ആയതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ആളുകൾ ദൂഷിക്കുന്നു, നിങ്ങളെക്കുറിച്ച് വേണ്ടാത്ത ഇല്ലാവചനം ഒക്കെ പറയുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഭാഗ്യവാന്മാർ, കേട്ടോ, ഭാഗ്യവാന്മാർ വലുതാകുന്നു. നിങ്ങൾ വീട്ടിലൊരു പാർട്ടി നടത്തണമെന്നായി പറഞ്ഞിരിക്കുന്നത്. സന്തോഷിച്ച് ഉല്ലസിക്കണം. കാരണം എന്താ? ഇങ്ങനെ തന്നെ ആയിരുന്നു പഴയകാലത്തെ ഭക്തന്മാരായ പ്രവാചകന്മാരെയും ഈ ലോകം പ്രവർത്തിച്ചത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ സാധാരണ കൺവെൻഷൻ ഗ്രൗണ്ടിലൊക്കെ കേൾക്കുന്ന പ്രസംഗം എന്താണ്? ദൈവത്തോട് അടുത്ത് വന്നാൽ പിന്നെ അനുഗ്രഹം, 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 അനുഗ്രഹം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കേട്ടോ, പഴയകാലത്തെ ഭക്തന്മാർ, ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്നവർ, ദൈവം ഏറ്റവും മാനിച്ചവർ, ആ തലമുറയിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് എന്തോ കിട്ടി? കല്ലേറ് കിട്ടിയെന്ന്. ഇത് എവിടെങ്കിലും കേൾക്കാറുണ്ട്. ഇന്ന് നമ്മൾ സമൃദ്ധിയും അഭിവൃദ്ധിയൊക്കെ പ്രസംഗിക്കാറുള്ളൂ. ഇവിടെ പറഞ്ഞിരുന്നല്ലോ, അവർക്ക് ദൈവത്തോട് അടുത്ത് വരുന്നവർക്ക് കല്ലേറും കഷ്ടതയൊക്കെ ആയിരുന്നു, അതിൽ അവർ മിടുക്കന്മാരായിരുന്നു. അത് നിങ്ങളെ മാതൃകയാക്കിക്കോ. ഇവിടെ മാത്രമല്ല, തുടർന്നു കൊണ്ടത് 2 ദിനവൃത്താന്തങ്ങൾ, പഴയ നിയമത്തിലെ 2 ദിനവൃത്താന്തങ്ങൾ 36-ാം അധ്യായം 15-16. 2 ദിനവൃത്താന്തങ്ങൾ 36-15-16. ദൈവത്തിന് തന്റെ ജനത്തോട് സഹതാപം തോന്നിയിട്ട് തന്റെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാർ, പ്രവാചകന്മാരെന്നാണ്. അവരുടെ അടുക്കലേക്ക് പ്രവാചകന്മാരെ അവൻ അയച്ചു. സഹതാപം കാരണം പരിഹസിച്ച്, വാക്കുകളെ നിരസിച്ച്, കോപം ജലിപ്പിച്ച് പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. ഇവിടെ ഒരു പഴയ നിയമ ചരിത്രം മുഴുവൻ ഉപസംഹരിച്ച് എഴുതിയിരിക്കുക. പ്രത്യേകിച്ച് എബ്രായ ബൈബിൾ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പഴയ നിയമം പോലല്ല. യഹൂദന്മാരുടെ ബൈബിളിലെ പുസ്തകങ്ങളുടെ ക്രമം വേറൊരു രീതിയിലാണ്. അവരുടെ എബ്രായ ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് ഈ 2 ദിനവൃത്താന്തം. അപ്പോൾ ബൈബിൾ തീരാറായപ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ്, ഇതാണ് ചരിത്രം, അല്ലെ? ദൈവം സഹതാപം തോന്നി പ്രവാചകന്മാരെ അയച്ചു. അവരെ പരിഹസിച്ച്, നിന്ദിച്ച് തള്ളിക്കളഞ്ഞു, വചനം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ദൈവത്തിന്റെ ക്രോധം, അല്ലെ, ഒരു രീതിയിലും അടങ്ങാത്ത ക്രോധം അവർ ജ്വലിപ്പിച്ചു.
ഇതാണ് ചരിത്രം. ഇവരാണ് നമുക്ക് മാതൃക, അല്ലെ? മത്തായി 23:37. ഇനിയുള്ള എല്ലാം പുതിയ നിയമത്തിലെ വാക്യങ്ങളാണ്. മത്തായി 23:37. ആ ആ ആ യെരൂശലേമേ യെരൂശലേമേ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന വിശേഷണങ്ങളൊക്കെ കേട്ടോ. ഓ, വരുവാനിരിക്കുന്ന രാജാവിന്റെ തലസ്ഥാനം എന്നൊന്നുമല്ല പറഞ്ഞത്. കൊട്ടാരം അതൊന്നുമല്ല പറഞ്ഞത്, അല്ലെ? ദൈവത്തിന്റെ ആലയമുള്ള വലിയ പട്ടണമേ, അങ്ങനെയൊന്നുമല്ല വിഷയം. യെരൂശലേമേ യെരൂശലേമേ, നിന്റെ അടുക്കൽ അയക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും കൊല്ലുന്നവളെ. അപ്പൊ യെരൂശലേമിന്റെ ഒരു എന്താ പറയാ പ്രശസ്തി കർത്താവിന്റെ കണ്ണിൽ അതാണ്, എല്ലാ പ്രവാചകന്മാരെയും കൊല്ലുന്ന സ്ഥലവും. അതുകൊണ്ടാണ് ലൂക്കോസ് 13:33 എന്ന് വായിച്ചേ. ലൂക്കോസ് 13:33. ആ ആ ആ ഞാൻ സഞ്ചരിച്ച് ഇനിയും ശുശ്രൂഷിക്കേണ്ടതാകുന്നു കർത്താവ് പറയുകയാണ്. ആ ആ ആ ആ കർത്താവ് പറയുകയാണ്, ഞാൻ അവസാനം യെരൂശലേമിൽ വന്നേ മരിക്കത്തുള്ളൂ. യെരൂശലേം എത്തിയിട്ടില്ല, അതുകൊണ്ട് ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ ഞാൻ ഇവിടൊക്കെ തന്നെ കാണുമെന്ന്. യെരൂശലേമിൽ എത്തി അവരെന്നെ കൊല്ലും. അപ്പൊ കണ്ടോ, യെരൂശലേമിന്റെ പ്രസക്തി ഇതാണ്, അതിന്റെ പ്രശസ്തി ഇതാണ്. എല്ലാ പ്രവാചകന്മാരെയും തല്ലിക്കൊല്ലുന്ന സ്ഥലമാണ്, അല്ലെ? അവസാനം ആരും പറയാണ് ഞാനും മരിക്കേണ്ടത് അവിടാണ്. യേശുക്രിസ്തു പറയാണ് ഞാനും മരിക്കാൻ വേറെ ഒരു സ്ഥലവും ഇല്ല, ദൈവത്തിന്റെ ജനം എന്നൊക്കെ പറഞ്ഞ് ചാടയിലിരിക്കുന്ന യെരൂശലേമിലാണ്. കണ്ടോ, ഇതാണ് പ്രവാചകന്മാരുടെ ജീവിതം, അല്ലെ? അവരുടെ അനുഭവം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7:52. ആ അത് ചോദിക്കുകയാണ് സ്തേഫാനോസ്, പ്രവാചകന്മാരിൽ ആരെയാണ് നിങ്ങൾ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടിട്ടുള്ളതെന്ന്. കേട്ടാ, അപ്പൊ പ്രവാചകന്മാരെന്ന് പറഞ്ഞാല് എന്താണ് അതിനർത്ഥം? കഷ്ടം അനുഭവിക്കാൻ വേണ്ടി എഴുതി ഒപ്പിട്ട് പോയ ടീമുകൾ എന്നാണ് അർത്ഥം, അല്ലെ? നമ്മൾ ചിന്തിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തലയെ കൈ വെച്ചിട്ട് ദൂത് പറഞ്ഞ് സൂചിച്ച് നടക്കുന്ന, അല്ലെ? അമേരിക്കയിലും കാനഡയിലും ഒക്കെ കറങ്ങി നടക്കുക ഇപ്പോഴത്തെ പ്രവാചകന്മാർ. ആരും കല്ലെറിയാറില്ല, കാരണം പറയുന്നതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നാളെ നീ കാനഡയിൽ പോകും, നാളെ നീ തലയാകും, അല്ലെ? ഇവരൊന്നും അങ്ങനല്ലായിരുന്നു. ഇവർ പാപം ചൂണ്ടിക്കാണിച്ച് വിശുദ്ധി വളർത്തുവാൻ വേണ്ടി ദൈവമയച്ച പ്രവാചകന്മാരായിരുന്നു. അവരുടെ എല്ലാം അന്ത്യം ഇത് തന്നെ, കൊന്നു കൊല വിളിക്കുക അവരെ, അല്ലെ? ദൈവജനത്തിന് ഇഷ്ടമല്ല അങ്ങനത്തെ പ്രവാചകന്മാർ, ഇന്നും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് സ്തേഫാനോസ് ചോദിക്കുക, നിങ്ങൾ ആര്, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പേര് പറയാമോ? നിങ്ങൾ കൊല്ലാതെ കേട്ട് സന്തോഷിച്ച് കെട്ടിപ്പിടിച്ച പ്രവാചകൻ ആരുമില്ല, അല്ലെ? അപ്പൊ പ്രവാചകനായ കഷ്ടം വരും, അല്ലെ? ഈ കൂട്ടരെയാണ് യാക്കോബ് നിങ്ങളുടെ മാതൃകയാക്കിക്കൊള്ളാൻ പറയുന്നത്. എന്താ ഇവിടെ മാതൃകയായിട്ടുള്ളത്? കഷ്ടം വന്നപ്പോഴും അവർ കർത്താവിനോട് പ്രതിബദ്ധതയുള്ളവരായിരുന്നു. കല്ലേറ് വരുമെന്ന് കണ്ടപ്പം എന്നാ പിന്നെ നമുക്കൊന്ന് മാറ്റിക്കളയാം, നമുക്ക് ഇവരോട് പ്രസാദമുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിൽ അങ്ങ് പോവാം, അല്ലെ? അങ്ങനെയല്ല, ദൈവം അയച്ച ഒരു പദ്ധതിയുണ്ട്, ആ ഒരു സന്ദേശമുണ്ട്. അതിനോട് ഞാൻ നീതി പുലർത്തിയേ ജീവിക്കത്തുള്ളൂ. എന്നെ ഇവർ കല്ലെറിഞ്ഞാലും പരിഹസിച്ചാലും കൊന്നാലും ഞാൻ എൻ്റെ ദൈവത്തോടുള്ള പ്രതിബദ്ധതയ്ക്ക് മാറ്റം വരുത്തുകയില്ല. ഞാൻ എൻ്റെ വാ തുറന്ന് കർത്താവ് പറയുന്നത് പറയുക തന്നെ ചെയ്യും. അത് കണ്ടോ, അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ അന്ത്യം വരെ കാത്തിരിക്കാനുള്ള ഒരു സഹനശക്തി അതിലുണ്ട്. അവസാനം മതി കർത്താവേ, നീ ഈ ജനത്തോട് തെളിയിക്കുന്നത് ഞാൻ നിന്റെ സേവകനായിരുന്നു, അതുവരെ ഇവരെന്നെ കല്ലെറിയട്ടെ, കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോകാം, ഞാൻ പറയുന്നത് ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാന്ന് ഇവർ തിരിച്ചറിയാതെ ഇവരെന്നെ കല്ലെറിയട്ടെ, അല്ലേ? അത് തുടരുവാൻ, അത് സഹിച്ച് മുഷിഞ്ഞു പോകാതെ അന്ത്യം വരെ പിടിച്ചു നിൽക്കാൻ പ്രവാചകന്മാർക്ക് കഴിഞ്ഞു. അങ്ങനെ നിങ്ങളും ആയിരിക്കട്ടെ. അയ്യോ, അല്ലേ? ഉദാഹരണമായിട്ട് യെരമ്യാ പ്രവചനത്തിലേക്ക് വന്ന 44-ാം അധ്യായം, ഒരു ചെറിയൊരു വേദഭാഗം. യെരമ്യാ 44:15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു കേൾക്കുകയാണ്. അവിടുത്തെ പശ്ചാത്തലം ഒന്ന് നോക്കണമേ. യൂദായെ ദൈവം വിധിച്ച്, അപ്പോൾ യെരമ്യാവ് യൂദായിൽ നിന്ന് ഓടിപ്പോയ ഒരു കൂട്ടം യഹൂദന്മാരെ മിസ്രൈമിലുണ്ടെന്ന് കേട്ട് അവിടോട്ട് ദൈവം അയച്ചു. മിസ്രൈമിലുള്ള യഹൂദന്മാര്, പേരിലേ ഉള്ളൂ യഹൂദന്മാര്, തൊഴിൽ എന്താണെന്നറിയാമോ? അവിടെയുള്ള ദേവന്മാർക്കൊക്കെ പോയി മെഴുകുതിരി കത്തിക്കലാണ് ജോലി. അന്യദൈവ ആരാധനയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടര്. അപ്പൊ യെരമ്യാ 44:15 മുതൽ 24 നിർത്തി വായിക്കണേ, ഓരോ വാക്യങ്ങളായിട്ട്.
ഉത്തരം പറഞ്ഞത്. ആ നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം ആ സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. നീ പോയി വേറെ പണി നോക്ക്, നീ പറയുന്നൊന്നും ഞങ്ങൾ കേൾക്കത്തില്ലെന്ന്. മൊത്തം അധ്യായം എടുത്ത് വായിക്കാൻ നമ്മളിപ്പോൾ സമയം എടുക്കുന്നില്ല. അതിന് മുമ്പ് യെരമ്യാവ് എന്ന് പറഞ്ഞ ദൂത് ഇതാണ്: നിങ്ങൾ യഹോവയെ വിട്ടേച്ച് അന്യ ദൈവങ്ങൾക്ക് ധൂപമൊക്കെ കത്തിക്കാൻ പോയിരിക്കുകയാണ്, നിങ്ങൾ നശിച്ചു പോകും. ഒരുത്തനും മിസ്രൈം വിട്ട് തിരിച്ച് യഹൂദയൊന്നും കാണാൻ പോകുന്നില്ല. അപ്പോഴാണ് ഇവർ വന്ന് പറയുന്നത്. ആരാ വന്ന് പറഞ്ഞത്? ഭാര്യമാർ പോയി ധൂപം കത്തിക്കുന്നുണ്ടെന്ന് അറിയുന്ന ഭർത്താക്കന്മാരും ആ ഭാര്യമാരും എല്ലാവരും വന്നിട്ട് പറയുകയാണ്, നീ പോടേ, നിന്നെ ഒന്നും ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ ഉടനെ യെരമ്യാവ് അങ്ങ് പോയോ? യെരമ്യാവ് പോയില്ല. ഒരു ജനം മുഴുവൻ, അല്ലെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു ജനം മുഴുവൻ അപ്പുറത്തെ സൈഡിൽ, ഇപ്പുറത്ത് ഒരാൾ ഒറ്റയ്ക്ക്. നമ്മൾ എത്ര പേര് അതിന് തയ്യാറാണ്? ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കാം കർത്താവ്, ഈ പ്രദേശത്തുള്ള എല്ലാവരും തിരിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ മുട്ടിടിക്കും ചിലപ്പം, അല്ലേ? ഇവിടെ യെരമ്യാവ് ഒറ്റയ്ക്കാണ്. യെരമ്യാവിന് ഭാര്യയില്ല, കുട്ടികളില്ല, അങ്ങനെ ആരുമില്ല, കുടുംബമൊന്നുമില്ല. യെരമ്യാവ് ഒറ്റയ്ക്ക് പറയണേ. അതൊന്നും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇതൊക്കെ തന്നെ പറയും, അല്ലേ? ഇവിടെ അവന്മാര് പറയുന്നത് കേട്ടെ, അടുത്ത വാക്യം, അവരുടെ ആ ഒരു ധാർഷ്ട്യം നോക്കിക്കണേ. അടുത്ത വാക്യം, ആകാശരാജ്ഞി ഏതൊരു ദേവതയാണ്, ആ ദേവതയ്ക്ക് ഞങ്ങൾ ധൂപം കാട്ടി ബലിയൊക്കെ കൊടുത്ത് നേർച്ചയൊക്കെയും നിവർത്തിക്കും. എന്താ ഇത്ര ഉറപ്പോടെ പറയുന്നത് നിവർത്തിക്കുന്നു? കേട്ടെ. ചെയ്തതുപോലെ. അപ്പൊ ഇത് പണ്ടേ ഉണ്ടല്ലോ, മിസ്രൈമി വന്നപ്പോഴല്ല, പണ്ടേ ഇവർ അന്യദൈവ ആരാധനയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളെല്ലാവരും കുരിശടി പോകുന്നവരായിരുന്നു. ഞങ്ങൾ ഇനിയും കുരിശടി പോകുന്നതായി പറയുന്നതിന്റെ അർത്ഥം, അല്ലേ? വായിച്ചാട്ടെ. കണ്ടോ, അന്ന് ഈ വിഗ്രഹാരാധന നടത്തിക്കൊണ്ട് അന്ന് ആഹാരമൊക്കെ ഉണ്ടായിരുന്നത്, നിർത്തിക്കൊണ്ടായി പ്രശ്നം പറ്റിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നൂലൊക്കെ കെട്ടിയിരുന്നെങ്കിൽ വല്ല രോഗം വരുമോ, അല്ലേ? ഇത് നിർത്തിക്കൊണ്ടായി പ്രശ്നം പറ്റിയതെന്ന്. കണ്ടോ, അന്ന് എന്ത് നല്ല ആഹാരമൊക്കെ ഉണ്ടായിരുന്നു. ഒരനർത്ഥവും വന്നില്ല. അന്ന് ഇതുപോലെ പോയി നൂലൊക്കെ കെട്ടി മെഴുകുതിരിയൊക്കെ കത്തിച്ചോണ്ടിരുന്നപ്പോ ഒരനർത്ഥവും ഇല്ലായിരുന്നു അന്ന്. അയ്യോ, എന്നീ കർത്താവിനെ അറിഞ്ഞ് പഴയ പരിപാടി വിളക്ക് കത്തിക്കലൊക്കെ നിർത്തിയോ അന്ന് മുതൽ വീട്ടിൽ പ്രശ്നം, അല്ലെ? ചിലർ പറയാറില്ലേ, അന്ന് തൊട്ട് വീട്ടിൽ പാമ്പ് വന്നു, വീട്ടിൽ മറ്റേ പ്രശ്നം തുടങ്ങി, രോഗം വന്നു. എന്നീ വിളക്ക് കത്തിക്കൽ നിർത്തി, മെഴുകുതിരി കത്തിക്കൽ നിർത്തി, നോമ്പ് നോക്കുന്ന നിർത്തി, ചരട് കെട്ടുന്ന നിർത്തി, അന്ന് മുതൽ അനർത്ഥം. ഇവർ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ യെരമ്യാവിന്റെ മറുപടിയാണ് യഹോവ ഇതൊന്നും കണ്ടില്ലയോ? നിങ്ങൾ യഹൂദയിൽ വെച്ച് ഇതൊക്കെ ചെയ്തപ്പോ യഹോവ ഒന്നും ചെയ്തില്ലയോ എന്നായി ചോദിക്കുന്നത്. കാരണം യഹോവ ചെയ്തു. എന്തുവാ ചെയ്തേ? ആ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടവർ. വായിച്ചാട്ടെ. പോയി യഹൂദ ഒന്ന് പോയി നോക്കിയിട്ട് അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടെന്ന്. അവിടുന്ന് എല്ലാം ദൈവം ഓടിച്ചു വിട്ടു. കാരണം അനുസരണക്കേട് കാണിച്ചു. നിങ്ങൾ പറയുകയാണ്, അയ്യോ ആഹാരം കിട്ടി, ഞങ്ങൾക്ക് എല്ലാം സുഖമായിരുന്നു, ഒരു അനർത്ഥവും ഇല്ലായിരുന്നു. പോയി യഹൂദ ദേശം നോക്കിയിട്ടു ആ കർത്താവ് ക്രോധം ഇറക്കിയോ ഇല്ലേന്ന്, അല്ലേ? അതുപോലെ പോയി നോക്കണം. ഇതുപോലെ കർത്താവിനെ വിട്ടേച്ച് പോയവർക്കൊക്കെ പിന്നീട് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുടങ്ങി പറഞ്ഞുതരാം. കഥകൾ, നിരവധി കഥകളുണ്ട് അവർക്ക് എന്ത് പറ്റിയെന്നുള്ളത്, അല്ലേ? അതിൽ നിന്ന് മനസ്സിലാകും സ്ഥായിയായ ഒന്നും അവരൊന്നും പ്രാപിച്ചില്ല. കർത്താവിനെ വിട്ടേച്ച് പോയവരൊന്നും ബൈബിളിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്, അല്ലെ? കർത്താവിനെ വിട്ടേച്ച് പോയവരാരും സ്ഥായിയായിട്ടുള്ള നിത്യമായ ഒരു നന്മയും പ്രാപിച്ചിട്ടില്ല. അല്പകാലത്തേക്ക് ഈ പറഞ്ഞ പോലെ ഈ വല്ല ധൂപം കത്തിക്കുമ്പോൾ വല്ല ആഹാരമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ സ്ഥായിയായ ഒരു നന്മയും പ്രാപിക്കുകയില്ല. അതിൻ്റെയൊക്കെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ കണ്ടോ, ഒറ്റയ്ക്ക് കഷ്ടത അനുഭവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അവൻ സംസാരിച്ചു, അല്ലെ? കർത്താവിന്റെ നാമത്തിൽ അവർ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ സംസാരം ദീർഘക്ഷമയുള്ള സംസാരമാണോ? ദൈവം നീതിമാനാണെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതിരിക്കുന്നുണ്ടോ? ദൂഷണം പറയാതിരിക്കുന്നുണ്ടോ? ഏഷണി പറയാതിരിക്കുന്നുണ്ടോ? ഉള്ളത്തിൽ ഞെരങ്ങാതിരിക്കുന്നുണ്ടോ? പുറമെ മാത്രമല്ല, ഉള്ളിലും ഞെരങ്ങാതിരിക്കുന്നുണ്ടോ?
അവൻ വന്നോളും, അവൻ നീതിയോടെ പ്രവർത്തിച്ചോളും. അങ്ങനെ ഒരു ആശ്വാസം പ്രാപിച്ചിട്ട് അവരെക്കുറിച്ചുള്ള ഞരക്കം വിട്ടുപോകുന്നുണ്ടോ? രണ്ടാമതായിട്ട് അവൻ നീതിമാനായിട്ട് കടന്നു വരും, ഞാൻ അവന് കണക്ക് കൊടുക്കണം എന്നോർത്ത് ഉള്ളിൽ ഭയം വന്നിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവനോട് നീതി പുലർത്തുന്ന വാക്കുകളാണോ? നിങ്ങൾ സാക്ഷീകരിക്കുന്നുണ്ടോ? അവനെ എതിർത്ത് പറയുന്നവരുടെ മുമ്പിൽ തലകുനിക്കാതെ, വിശ്വാസം കളഞ്ഞു കുളിക്കാതെ, ഇല്ലില്ല നിങ്ങൾ എന്ത് പറഞ്ഞാൽ, നിങ്ങൾ ഇനി ധൂപം കത്തിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കത്തിക്കൊന്നുമില്ല, അല്ലേ? ഒരു പ്രദേശത്തുള്ള എല്ലാവരും പറയും ധൂപം കത്തിക്കണം, അന്നായിരുന്നു അനർത്ഥമൊന്നും ഇല്ലാത്ത. യെരമ്യാ പറയുക, അതൊന്നും നിങ്ങളൊന്നും പറഞ്ഞാലും ഞാൻ ധൂപമൊന്നും കത്തിക്കാൻ വരത്തില്ല. അപ്പൊ കഷ്ടാനുഭവങ്ങളിൽ ദീർഘക്ഷമ കാണിച്ചവരാണ് പ്രവാചകന്മാർ. അവരാണ് നമുക്ക് മാതൃക. അവരെ പോലെ ദീർഘക്ഷമയോടെ കർത്താവിനെ ഏറ്റുപറയുന്ന സംസാരം നമുക്കുണ്ടായി, അല്ലേ? അപ്പൊ ദീർഘക്ഷമയുള്ള ഹൃദയം, ദീർഘക്ഷമയുള്ള സംസാരം. മൂന്നാമതായിട്ട് 11 12 വാക്യത്തിൽ സഹിഷ്ണുതയോടുള്ള സത്യസന്ധത. 11 വാക്യം, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു, അല്ലെ? വലിയ കഷ്ടതയിലൊക്കെ കടന്നുപോയി അന്ത്യത്തിൽ ദൈവത്തിന്റെ പ്രതിഫലം പ്രാപിച്ചവരെ നമ്മൾ പറയും വലിയ കർത്തൃദാസന്മാർ, അല്ലെ? അവരെ മാതൃകയാക്കും. അവരെ കുറിച്ചുള്ള കഥകൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കും, അല്ലെ? വലിയ മിഷണറിമാരെ കുറിച്ചൊക്കെ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ സഹിഷ്ണുത കാണിച്ചവരെയാണ്, അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടത്തിൽ കൂടെ കടന്നുപോയി, അല്ലെ? അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടം വന്നു, അതൊന്നും കാര്യമില്ല. കഷ്ടം വന്നവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, കഷ്ടത്തിൽ സഹിഷ്ണുത കാണിച്ചവരെയാണ് നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നത്. ഉദാഹരണം ഇയ്യോബ്. കണ്ടോ, ഇതുവരെ നമ്മൾ വായിച്ച 3 ഈ വേദഭാഗങ്ങളിലും യാക്കോബ് ഒരു ഉദാഹരണം തരുന്നുണ്ട്, അല്ലെ? ആദ്യം കർഷകനെ തന്നു, രണ്ടാമത് പ്രവാചകനെ തന്നു, മൂന്നാമത് ഇയ്യോബിനെ തരികയാണ്. ഇയ്യോബാണ് നമ്മുടെ ഇവിടുത്തെ മാതൃക. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളെല്ലാം പറയുന്നില്ല സഹിഷ്ണുതയൊന്നും കേട്ടില്ല, കഷ്ടമൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെ? നമ്മൾ സാധാരണ ഈ വാക്യം എഴുതിയിരുന്നെങ്കിൽ ഇയ്യോബിന്റെ കഷ്ടത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കഷ്ടതയെക്കുറിച്ചല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ഇയ്യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് കേൾക്കണം. ഇയ്യോബ് തുടക്കത്തിലും ഒടുക്കത്തിലും എങ്ങനെ ഇരുന്നു? ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടക്കാം. ഇയ്യോബ് 1:20 മുതൽ 22 വായിച്ചേക്കളാം. എല്ലാവർക്കും അറിയാലോ, ഇയ്യോബിനെ പരിശോധിക്കാൻ പിശാചും ദൈവവും കൂടെ ഒരു സംസാര വിഷയം ഉണ്ടായത് നിമിത്തം പിശാചിനോട് ദൈവം പറഞ്ഞു, പോയി അവനെ തൊട്ടോളാൻ പറഞ്ഞു, അല്ലേ? ഒരേ ദിവസം അവന്റെ എല്ലാ സാമ്പത്തികവും അവന്റെ മക്കളും അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു അവന്, അല്ലെ? അവന്റെ ആരോഗ്യവും നഷ്ടപ്പെട്ടു. അങ്ങനെ അവനെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ പ്രതികരണം എന്തായിരുന്നു? ഇയ്യോബ് 1:20 മുതൽ 22. ആ ആ ആ ഒന്നുമില്ലാതെ ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, മടങ്ങി പോകുമ്പോൾ ഇതൊന്നും ഞാൻ കൂടെ കൊണ്ടുപോകാൻ പോകുന്നില്ല. ആ ആ അവന്റെ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവന്റെ അതരങ്ങൾ കൊണ്ട് അവൻ പാപം ചെയ്തില്ല. ഇത്രയും കഷ്ടനഷ്ടമൊക്കെ വന്നപ്പം അവിടെ എഴുന്നേറ്റ് പ്രാർത്ഥന യോഗമാണ്, അവിടെ കൈയടിച്ച് പാട്ടൊക്കെ പാടുന്നത്, അല്ലേ? യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അവന് ഉണ്ടായിരുന്ന എത്ര 10 പിള്ളേരോ, അല്ലെ? എല്ലാവരും മരിച്ചാണ് ഒരേ ദിവസം 10 പിള്ളേർ മരിച്ച ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അല്ലെ? അതേ ദിവസം തന്നെ ഉള്ള സാമ്പത്തികം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോയി ആരോഗ്യം ക്ഷയിച്ച ഒരാളെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇത്രയും കഷ്ടത അനുഭവിച്ച വേറൊരു മനുഷ്യനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച ഒരൊറ്റ ആളേ ഉള്ളൂ, യേശു ക്രിസ്തു. അത് ഭൗമിക കഷ്ടതയല്ല, വേറെ കഷ്ടതയാണ്, അല്ലെ? പാപം തൻ്റെ മേൽ വന്ന് ദൈവക്രോധം വീണു. അതുപോലൊരു കഷ്ടത ഇയ്യോബും സഹിച്ചിട്ടില്ല. പക്ഷെ മാനുഷിക ലൗകിക വിഷയങ്ങളിൽ ഇത്രയും കഷ്ടം സഹിച്ച വേറൊരു വ്യക്തിയില്ല. ആ വ്യക്തി ഇതെല്ലാം നടന്ന ദിവസം എന്താ ചെയ്ത? പ്രതികരണം എന്താ? എഴുന്നേറ്റ് മുട്ടുകുത്തി, കർത്താവേ എല്ലാം തന്നു, നീ തന്നെ എടുത്തു, നിനക്ക് സ്തോത്രം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇയ്യോബ് ഒരു പാപവും ചെയ്തില്ല. അത് കഷ്ടതയുടെ 1-ാം ദിവസത്തിലെ ദൈവത്തിന്റെ റിപ്പോർട്ടാണ്, ഒരു പാപവും ചെയ്തിട്ടില്ല. ഇനി എല്ലാം കഴിഞ്ഞിട്ടുള്ളതെന്ന് വായിച്ച 42-ാം അധ്യായത്തില് 7 മുതൽ 9, കഷ്ടതയുടെ അവസാന ദിവസം. അവന്റെ കൂട്ടുകാരായിട്ട് വന്നിട്ട് അവനെ കുറ്റം വിധിച്ച കുറെ പേരുണ്ട്, അല്ലേ? 3 ആക്ച്വലി 4 ഉണ്ട്, പക്ഷെ 3 കൂട്ടുകാരവിടെ ഉണ്ട്. അവരോട് കർത്താവ് പറഞ്ഞു, ഒന്ന് കേട്ടെ, നിങ്ങൾ 3 പേരോടും എനിക്ക് കോപമാണ്, കാരണം എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റായ ദൈവശാസ്ത്രമൊക്കെ ആയിരുന്നു, നിങ്ങൾ എന്നെ നല്ല രീതിയിലല്ല അവതരിപ്പിച്ചു.
നിന്ന് ആ നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുകയും ആ എന്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. ആ എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായിട്ട് സംസാരിച്ചിരിക്കുമല്ലോ. ആ അങ്ങനെ ഹേമാന്യനായ എലീഫസും ശുദ്ധനായ ബിൽദാദും ഹേമത്യനായ സോഫനും ചെന്ന യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ യോബിന്റെ മുഖത്തെ ആദരിച്ചു. അപ്പൊ അവിടെ കണ്ടോ, ഇയ്യോബിന്റെ മുഖം ആരാദരിച്ചു? യഹോവ ആദരിച്ചു. എൻ്റെ ദാസൻ ഇയ്യോബ് ഇവനെ പോലായിരുന്നു നിങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത്. അപ്പൊ ഇത് കഷ്ടതയുടെ അവസാനമാണ്. ഇത്രയും കഷ്ടതയൊക്കെ സഹിച്ച് അവസാനമായപ്പോഴത്തേക്ക് ഇയ്യോബ് മുഷിഞ്ഞ് കർത്താവെ പള്ളിയിലൊന്നും ഇനി വരത്തില്ല എന്നും പറഞ്ഞിരിക്കുകയല്ല അല്ലേ? തുടക്കത്തിൽ താൻ വാ കൊണ്ട് ഒരു പാപവും ചെയ്തില്ല. അവസാനവും കർത്താവ് പറയാണ്, നീ എന്നെക്കുറിച്ച് വിഹിതമായതാണ് സംസാരിച്ചത്, നിന്നെ പോലായിരുന്നു യുവന്മാര് സംസാരിക്കേണ്ടിയിരുന്നത്. കേട്ടോ, അതാണ് എന്തെന്ന് പറയുന്നത്? സഹിഷ്ണുത. തുടക്കത്തിലും നടുവിലും അവസാനത്തിലും സ്വഭാവ ദൃഢതയുണ്ടായിരിക്കുക. ഈ കഷ്ടതയുടെ സമ്മർദ്ദം കൂടുന്തോറും സ്വഭാവ ദൂഷ്യം വരുന്നില്ല. ഒരേ സ്വഭാവം, ഒരേ ഭക്തി, ഒരേ പ്രതിബദ്ധത, ഒരേ വിശ്വാസം. അതാണ് ഇയ്യോബ്. അതാണ് ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് മാത്രം കേട്ടാ പോരാ, കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നല്ലോ അല്ലെ? നമ്മൾ പലപ്പോഴും ഇത് പറയാറില്ല. എല്ലാം തുടക്കമേ പറയുള്ളൂ, എല്ലാം നഷ്ടപ്പെട്ടു, അയ്യോ ഈ ദൈവത്തെ പിൻഗമിച്ചാലേ എല്ലാം അടിയാ കേട്ടോ, തൊഴിയാ. എന്നാ ഇവിടെ പറഞ്ഞു അവന്റെ അവസാനം കണ്ടുമിരിക്കുന്നല്ലോ. എന്തോ അവസാനം പഠിക്കേണ്ടത്? ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇവിടെ യാക്കോബ് ഒരു വരി പഠിപ്പിക്കുക. എന്താ പഠിക്കണ്ടേ? കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. ഇയ്യോബിന്റെ പുസ്തകം വായിച്ചാൽ ഇതാ പഠിക്കേണ്ടത്. ദൈവം കരുണയുള്ളവനും, വെറും കരുണയല്ല, മഹാകരുണയുള്ളവനും മനസ്സലിവുമുള്ളവനല്ലോ. ഇതാണ് ഇയ്യോബിന്റെ പുസ്തകം വായിച്ചിട്ട് ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട പാഠം. മഹാകരുണയുള്ളവൻ. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അവന് ഇരട്ടി കൊടുത്ത് അവനെ യഥാസ്ഥാനപ്പെടുത്തിയ ദൈവമാണ്. അല്ല കഷ്ടത ഇട്ടേച്ച് തൊലച്ച് നീ മുടിഞ്ഞു പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ദൈവം അങ്ങ് പോയില്ല. കഷ്ടതയ്ക്ക് ഒരു അന്ത്യമുണ്ട്. ആ ആത്മീയ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ കഷ്ടതയുടെ അന്ത്യം വന്നു അല്ലെ? ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച പോലെ നിങ്ങളുടെ വിശ്വാസത്തിന് സ്ഥിരത വരട്ടെ, നിങ്ങൾ അതിൻ്റെ പ്രാപ്തിയെല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം തരും. അടുത്ത പരീക്ഷയ്ക്ക് പോകാം ഇനി അല്ലേ? അല്ലാതെ പരീക്ഷ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരേ ദീനവും വെച്ച് അന്ത്യം വരെ അല്ലല്ല അല്ലെ? ദൈവം അതിനൊക്കെ അന്ത്യം കുറിച്ചിട്ടുണ്ട്. അവൻ മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. തുടക്കത്തിലെ ഞാൻ പറഞ്ഞു, ദീർഘക്ഷമയുള്ള വിശ്വാസം വരണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചില കാതലായ സത്യങ്ങൾ വിശ്വസിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു ദൈവം വിശ്വസ്തനാണ്. രണ്ടാമതായിട്ട് കണ്ടു ദൈവം നീതിമാനാണ്. മൂന്നാമതായിട്ട് നമ്മളിവിടെ കാണുകയാണ് ദൈവം കരുണാമയനാണ്. ദൈവം കരുണാമയനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെ? ഇയ്യോബിനെ പോലെ വലിയ ശോധന ജീവിതത്തിൽ വന്നാൽ നമ്മളെല്ലാം വിശ്വസിക്കുമോ? ഇതിന്റെ അന്ത്യത്തിൽ ഞാൻ പഠിക്കാൻ പോവാണ് ദൈവം മഹാകരുണയുള്ളവനാണെന്ന്. നമ്മൾ വിശ്വസിക്കുമോ? അത് ഈ കഷ്ടത, ഈ വേദന എൻ്റെ ജീവിതത്തിൽ ദൈവം അയച്ചിരിക്കുന്നത് ഞാനൊന്ന് രുചിച്ചറിയണം എൻ്റെ ദൈവം മഹാകരുണയുള്ളവനാണെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടത ദൈവം അയച്ചിരിക്കുന്നത് അല്ലെ? ഇയ്യോബ് അതാണ് രുചിച്ചറിഞ്ഞത്. നിങ്ങൾ അവസാനം കണ്ടിരിക്കുന്നു, കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ. ഇതൊരു പ്രസംഗം കേട്ട് നിങ്ങളുടെ ബുദ്ധിയിൽ അറിഞ്ഞാൽ പോരാ, ചില കഷ്ടാനുഭവങ്ങളിലൂടെ രുചിച്ചറിയണം. അതിനുവേണ്ടി ദൈവം ചില കഷ്ടതകളൊക്കെ അയക്കും. അപ്പൊ നമ്മൾ വിശ്വാസവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോയാൽ ഈ രുചിച്ചറിയാനുള്ള അനുഭവം നഷ്ടപ്പെടും അല്ലേ? എന്നാൽ കർത്താവ് നല്ലവനാണ്, അവൻ കരുണാമയനാണെന്ന് വിശ്വസിച്ചാൽ ഈ കാത്തിരിപ്പിൽ നമുക്ക് ദീർഘക്ഷമയോടെ അന്ത്യം വരെ പിടിച്ചു നിന്ന് സഹിഷ്ണുത കാഴ്ചവെക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ സഹിഷ്ണുത കാഴ്ചവെക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ഫലം എന്താണെന്നറിയാവോ? സത്യസന്ധത. അതാണ് തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞത്, വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റു യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. സത്യസന്ധതയുള്ളവരായി മാറും. ഇവിടെ ഈ പഠിപ്പിച്ചിരിക്കുന്നത് പല ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും. മത്തായി 5:33 മുതൽ 37 വരെ കർത്താവ് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വായിക്കുന്നില്ല. നിങ്ങൾ ഊവെന്ന് പറഞ്ഞാൽ ഊവായിരിക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലായിരിക്കണം. അല്ലാതെ അത് ആണയിട്ടാലേ അത് സത്യസന്ധമാവുകയുള്ളൂ. ആണയിടാതെ ഞാൻ ഊവെന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ ഊവൊന്നും ആയിരിക്കത്തില്ല എന്നുള്ള സ്വഭാവ ദൂഷ്യമുള്ളവരായിരിക്കരുത് കർത്താവിൻ്റെ ശിഷ്യന്മാർ
ഊ എന്ന് പറഞ്ഞാൽ ആണയിട്ടതുപോലെ ഉറപ്പുള്ള വാക്കായിരിക്കണം. വാക്ക് പാലിക്കുന്നവരാണ് ശരിയായ ശിഷ്യന്മാർ. എന്താ ഈ വാക്ക് പാലിക്കാൻ പറ്റാത്ത പലപ്പോഴും? നമ്മൾ വിശ്വസ്തരല്ലാത്തതിൻ്റെ കാരണം എന്താണ്? നമുക്ക് കഷ്ടതയൊക്കെ വരുമ്പോൾ ചിലപ്പം ഈ വാക്കൊന്നും പാലിക്കാൻ പറ്റത്തില്ല. നല്ല കാലത്ത് വാക്കൊക്കെ പാലിക്കും, കഷ്ടകാലവും ബുദ്ധിമുട്ടും അല്ലേ? അപ്പോൾ നമ്മൾ പറയുകയാണ് സഭയിൽ ഈ കാര്യം ഒന്ന് നോക്കാവൂ, വിശ്വസ്തയോടെ നോക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പം നോക്കണില്ല. എന്താ? അത് ഭയങ്കര പ്രോബ്ലം ബ്രദറെ, വീട്ടിൽ ഇപ്പോൾ സഭയിലൊന്നും വരാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഈ കാര്യം ഈ ഉത്തരവാദിത്വം വേറെ ആരുടെയെങ്കിലും തലയിൽ വെക്കണം അല്ലേ? അപ്പോൾ അവരാദ്യം ഊ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടായിരുന്നു? വീട്ടിലൊരു പ്രശ്നമില്ലെന്നേ, വീട്ടിൽ കഷ്ടതയൊന്നും ഇല്ലാത്തപ്പോൾ ഊവൊക്കെ പറയും. അങ്ങനല്ല ഊ പറയേണ്ടത്. കഷ്ടതയിലാണേലും കഷ്ടതയിലല്ലേലും സഹിഷ്ണുതയുള്ളത് കൊണ്ട് ഞാൻ ഊ പറയുകയാണ്. പ്രതിബദ്ധതയുണ്ട് എനിക്ക് കർത്താവിനോട് അല്ലേ? ഏത് കാലഘട്ടത്തിലും ഞാൻ ഒരേ സ്വഭാവക്കാരനാണെങ്കിൽ ഞാൻ പറയുന്ന ഊ തന്നെ ആയിരിക്കും. കണ്ടോ? സ്വഭാവ ദൃഢത, സത്യസന്ധത ഉളവാക്കും അല്ലേ? അപ്പം നമ്മുടെ വാക്കൊക്കെ ഒന്ന് നോക്കിയേ. ആരോടെങ്കിലൊക്കെ ഊവൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ഇല്ല ആയിട്ടുണ്ടോ അല്ലേ? ഊ എന്ന് പറഞ്ഞാൽ ഊ ആയിരിക്കണമെങ്കിൽ അത് ചുമ്മാ അതരങ്ങളുടെ വിഷയം മാത്രമല്ല, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാ? നല്ല കാലത്ത് ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ഭക്തി, കഷ്ടകാലത്ത് പ്രാർത്ഥനയൊക്കെ പതുക്കെ മടക്കി വെക്കുന്നു, ബൈബിൾ മടക്കി വെക്കുന്നു, പിന്നെ സഭയിലൊന്നും കാണാറില്ല, പിന്നെ അങ്ങ് ലോകത്തിൽ പോയി. പിന്നെ കുറച്ച് കഴിയുമ്പം നേരത്തെ വായിച്ച പോലെ ആകാശത്തിലെ രാജ്ഞിക്ക് ധൂപവും കത്തിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അല്ലേ? ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ പൊങ്ങിയും താന്നും പോകുന്ന സ്വഭാവമുള്ളവർ ഊവെന്നൊക്കെ പറഞ്ഞാൽ അവരെ കൊണ്ട് ആണ ഇടിയിപ്പിക്കണം. നമ്മൾ പിന്നെ ഒന്ന് ആണ ഇടറേ അല്ലേ, ഒന്ന് ഒപ്പിട്ട് തരാമോ, എങ്കിലേ നിങ്ങളെയൊക്കെ വിശ്വസിക്കണം. കാരണം കേസ് കൊടുത്തെങ്കിലും നിങ്ങളെ കൊണ്ട് ജയിപ്പിക്കാൻ പറ്റണം. അങ്ങനെയുള്ളവരാകരുത് ക്രിസ്ത്യാനികൾ, അങ്ങനെയുള്ളവരാകരുത് വിശ്വാസികൾ. കർത്താവ് നല്ലവനും കരുണാമയനും അലിവുള്ളവനും ആയതുകൊണ്ട് ഏത് കഷ്ടതയുടെ നടുവിലും എനിക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും. എനിക്ക് കഷ്ടതയിലൂടെയും എൻ്റെ ഉത്തരവാദിത്തങ്ങളും പ്രതിബദ്ധതകളും നിറവേറ്റാൻ എന്നെക്കൊണ്ട് കഴിയും. കാരണം ഞാൻ ഈ കഷ്ടതയോടെ തൊലഞ്ഞു പോകുമെന്ന് ദുഷ്ടം പറയുന്നത് ഞാൻ വിശ്വസിക്കുകയില്ല. ഇതിലൂടെ എനിക്ക് നന്മയേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇതും ആലോചിച്ചുകൊണ്ട് വീട്ടിൽ പോയി കുത്തിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സഭയിലൊക്കെ വരും, ഞാൻ പറഞ്ഞിരിക്കുന്ന ഊവ് ഞാൻ നിവർത്തിക്കും അല്ലേ? സങ്കീർത്തനം 15 നമുക്കത് വായിച്ച് അവസാനിപ്പിക്കാം. സങ്കീർത്തനം 15-ന്റെ 1 ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഒന്ന് വായിച്ചേച്ച് പിന്നെ 4-ാമത്തെ വാക്യത്തിലേക്ക് നീങ്ങാം. നിന്റെ കൂടാരത്തിൽ, നിന്റെ സാന്നിധ്യത്തിൽ ആര് പാർക്കും? നിന്റെ കൂടെ ആർക്ക് വസിക്കാൻ പറ്റും? 4-ാമത്തെ വാക്യം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും നഷ്ടം വന്നാലും അത് പാലിക്കുന്നവൻ അല്ലേ? കണ്ടോ? സത്യം ചെയ്തു, ഊന്ന് പറഞ്ഞു, പിന്നീടാണ് കഷ്ടതയൊക്കെ വന്ന് പ്രശ്നമായി. ഇനിയിപ്പം സഭയിലെ ആ കാര്യം കൂടെ ചെയ്യുമെങ്കിൽ വീട്ടിൽ സമയമില്ല, ഇതെന്തോ എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യും? എങ്കിലും ഛേദം വരുമെങ്കിലും ചിലപ്പോൾ ഉറക്കമൊക്കെ കളയണമായിരിക്കും, ചിലപ്പം ഇതിനു വേണ്ടി വേറെ സമയം കണ്ടെത്തണമായിരിക്കും, യാത്ര കൂടുതൽ ചെയ്യണമായിരിക്കും, എന്തെങ്കിലുമൊക്കെ വില കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ ഛേദം വന്നാലും പറഞ്ഞ വാക്ക് പാലിക്കുന്നവൻ അവൻ ആരാണ്? ദൈവത്തിൻ്റെ സന്നിധി വസിക്കുന്നവനാണ്, ദൈവവുമായിട്ട് സംസർഗമുള്ളവനാണ്. അവനെ അത് പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ കഷ്ടത വരുമ്പോൾ ഈ ദൈവം പന്നയാ, ഈ ദൈവം എന്നെ ദുഷിക്കുക, എന്നെ ദോഷമൊക്കെ കൊണ്ടുവന്ന് മുടിക്കാന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവമായിട്ട് സംസർഗവും ഇല്ല, ഈ പറഞ്ഞ പോലെ വാക്ക് പാലിക്കാനും പറ്റത്തില്ല. എന്നാൽ ദൈവം കഷ്ടത അയക്കുമ്പോഴും ഇയ്യോബിനെ പോലെ പറയുകയാണ്, എൻ്റെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അവൻ നല്ലവനാണ്, അവൻ മനസ്സലിവുള്ളവനാണ്, അവൻ ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ അയച്ചിരിക്കുന്നത് തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, അവൻ മനസ്സലിവുള്ളവനാണ്, അവനെ കൂടുതൽ രുചിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ കഷ്ടത അയച്ചതെന്ന് പറഞ്ഞ് ഈ കഷ്ടതയുടെ സമയത്തും അവനോട് അടുക്കുമെങ്കിൽ ആ സംസർഗം നിമിത്തം നിങ്ങൾക്ക് സഹിഷ്ണുത വരും, അതുനിമിത്തം നിങ്ങൾ സത്യസന്ധതയുള്ളവരായിരിക്കും. അപ്പൊ കണ്ടോ, ദീർഘക്ഷമയുള്ള വിശ്വാസം 3 സവിശേഷതകൾ നമ്മൾ കണ്ടു അല്ലേ? ഒന്നാമതായിട്ട് ആ കർഷകനെ പോലെ ദൈവം വിശ്വസ്തനെന്നെണ്ണി ദീർഘക്ഷമയുള്ളൊരു ഹൃദയം നമുക്ക് വരും. രണ്ടാമതായിട്ട് പ്രവാചകന്മാരെ പോലെ കഷ്ടതയുടെ നടുവിലും അവർ കർത്താവിനോട് നീതി പുലർത്തിയതുപോലെ നമ്മൾ ദൈവം നീതിമാനാണെന്നെണ്ണി ദീർഘക്ഷമയുള്ള സംസാരം കാഴ്ചവെക്കും. മൂന്നാമതായിട്ട് ഇയ്യോബിനെ പോലെ തുടക്കത്തിലും ഒടുക്കത്തിലും ദൈവത്തെ പ്രസാദിപ്പിച്ച ഭക്തനായിരുന്നു കൊണ്ട്, സഹിഷ്ണുത കാണിച്ചുകൊണ്ട് നമ്മൾ സത്യസന്ധതയുള്ളവരായിരിക്കും.
അതിന് കാരണം ദൈവം കാരുണ്യവാനാണെന്ന് ഇയ്യോബിന് അറിയാമായിരുന്നു, അല്ലേ? അപ്പോൾ ദൈവം വിശ്വസ്തനാണ്, ദൈവം നീതിമാനാണ്, ദൈവം കാരുണ്യവാനാണെന്ന് എണ്ണിക്കൊണ്ട് ദീർഘക്ഷമയുള്ള വിശ്വാസം കാത്ത് സൂക്ഷിക്കാനും കാഴ്ചവെക്കാനും നാം ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ച് ഈ യോഗത്തെ അവസാനിപ്പിക്കാം. കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ദൈവത്തോട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശോധനയുടെ മധ്യത്തിൽ നിന്നെ രുചിച്ചറിഞ്ഞ് നിന്നിൽ ആശ്രയിച്ച് നീ നിമിത്തം ദീർഘക്ഷമയോടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് സഹിഷ്ണുതയുള്ളവരാകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവ്, ഇന്നത്തെ ഈ തിരുവചനത്തിനായിട്ട് സ്തോത്രം കരയറ്റുന്നു. ഞങ്ങളെല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ പല വിധത്തിലുള്ള ശോധനകളിലൂടെ കടന്നു പോകുന്നവരാണ് കർത്താവെ. ഞങ്ങളുടെ ശോധനകളുടെ മധ്യത്തിൽ മടുത്തു പോകാതെ, മുഷിഞ്ഞു പോകാതെ, വിശ്വാസം അടച്ചുപൂട്ടി പിന്മാറിപ്പോകാതെ കർത്താവെ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ വാക്യപ്രകാരം വിശ്വാസത്താൽ ജീവിക്കുവാൻ, ഈ കഷ്ടതയിലൂടെ കടന്നു പോകുവാൻ, സഹിഷ്ണുത കാണിക്കുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിന്നിൽ നിന്ന് തിരിയരുത്, വ്യതിചലിച്ച് പോകരുത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നീ അനുവദിച്ചിരിക്കുന്ന കഷ്ടത്തിൻ്റെ ആ വേദന നിമിത്തം, അത് നിമിത്തമുള്ള ആ ഒരു സന്തോഷമില്ലായ്മ നിമിത്തം നിന്നിൽ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ആത്മീയ കണ്ണുകൾ കൊണ്ട് കർത്താവേ, നീ വിശ്വസ്തനാണെന്നൊന്ന് കാണുവാൻ, നീ നീതിമാനാണെന്ന് കാണുവാൻ, നീ നല്ലവനും കരുണാമയനാണെന്നും കാണുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. വചനപ്രകാരമുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്ക് പകർന്നു നൽകണമേ കർത്താവേ. ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഞങ്ങൾ നിന്നെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ മെനഞ്ഞെടുത്ത് നിന്നിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങൾ, ഞങ്ങളുടെ കഷ്ടതകൾ, ഞങ്ങളുടെ വേദനകളുടെ സമ്മർദ്ദം കൂടുന്തോറും കർത്താവേ, നിന്നെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ അത്യധികമായി ഞങ്ങൾക്ക് പകർന്നു തന്ന് നിന്നെ രുചിച്ചറിഞ്ഞ് കർത്താവേ, ഉറപ്പോടെ നിലയുറച്ചു നിൽക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദീർഘക്ഷമയുള്ള വിശ്വാസം ഞങ്ങളിൽ ഉളവാക്കണമേ. സ്ഥിരത അതിൻ്റെ പൂർണ്ണ പ്രവൃത്തി നിവർത്തിക്കട്ടെ കർത്താവേ. ഞങ്ങൾ പക്വതയുള്ള വിശ്വാസികളായി വളർന്നു വരുവാൻ അത് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ജനത്തെ നിന്റെ കാര്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സാക്ഷ്യം കേട്ടപ്പോൾ അനവധി പേർ കർത്താവ് അവരുടെ കഷ്ടതകൾ, അവരുടെ വേദനകൾ, അവരുടെ പ്രയാസങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചു. അവർക്കെല്ലാം വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് ബലം കൊടുക്കണം കർത്താവെ. അവരാരും പിന്മാറ്റത്തിൽ പോകരുത്, അവരാരും നിന്നെക്കുറിച്ച് തെറ്റായ ചിന്തകളിൽ കർത്താവെ കീഴ്പ്പെട്ടു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നന്മയെ ചോദ്യം ചെയ്യരുത്, നിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യരുത് കർത്താവെ. നീ നല്ലവനാണെന്ന് ഈ അവസരത്തിൽ വിളിച്ചു പറയുവാൻ അവർക്ക് ബലം കൊടുക്കണമേ, വെളിപ്പാട് കൊടുക്കണമേ, കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ താഴ്വരയിൽ കർത്താവെ, ഇയ്യോബിനെ പോലെ പാപം ചെയ്യാതെ നിന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവെ, നിന്നെ കർത്താവെ ആരാധിക്കുവാൻ കർത്താവെ, മഹത്വീകരിക്കുവാൻ കർത്താവെ, അവരെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മധ്യത്തിൽ പലരും ഇപ്പോൾ വരുന്നില്ല കർത്താവ്, അവർ പിന്മാറ്റത്തിലാണ്. അവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തിന്റെ പലവിധത്തിലുള്ള ഓട്ടങ്ങളിൽ അവർ ശ്രദ്ധ തിരിച്ച് കർത്താവിനെ മറന്നുപോയി കർത്താവെ. അവരോട് നീ ക്ഷമിക്കണമേ, അവരെ മടക്കിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് പൂർണ്ണ ഹൃദയത്തോടെ, ഏക മനസ്സോടെ കർത്താവ് സ്ഥിരതയോടെ നിന്നെ സ്നേഹിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളേവരെയും നിന്റെ കാര്യത്തിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം നീയായിട്ട് കർത്താവെ അനുവദിക്കുന്ന ദിവസങ്ങൾ നിനക്ക് വേണ്ടി തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവ് ഇത്രത്തോളം നിന്റെ സന്നിധിയിൽ കടന്നു വന്ന സഭയായി ഒന്നിച്ച് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ നൽകിയ ഭാഗ്യത്തിനായിട്ടും നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സകല പ്രാർത്ഥനയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ സ്വർഗസ്ഥനായ ദൈവ പിതാവിൻ്റെ സ്നേഹവും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംസർഗവും നാം ഏവരോടും കർത്താവിൻ്റെ രണ്ടാം വരവുവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് നമുക്ക് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം.